Hello all. Okay. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മളിപ്പോൾ 2-3 ദിവസമായി നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ കാര്യമായിരുന്നു അല്ലെ. സോ നമുക്ക് നോക്കാം. ആക്ച്വലി റൂട്ട് കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും എല്ലാവരും ഒന്ന് ഡിസൈൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമ്മളെ റൂട്ട് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ആദ്യം ചെയ്യാൻ നോക്കാം കേട്ടോ. സോ കാൽക്കുലേറ്റർ ഇല്ലാതെ റൂട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. 10ന്റെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ വന്നിരിക്കണേ നോക്കാം. ഓക്കെ, സോ ഇതെങ്ങനെ നമുക്ക് ആദ്യം റൂട്ട് എങ്ങനെ ചെയ്യേണ്ടേ പറഞ്ഞുതരാം. 10 എങ്ങനെയാണ്, 8 എങ്ങനെയാണ്, 2 എങ്ങനെയാണെന്ന് വെച്ചിട്ട് പറഞ്ഞു തരാം. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് ഓരോ റൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആദ്യം 10ന്റെ റൂട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 10ന്റെ റൂട്ട് ഇപ്പൊ നമുക്ക് എങ്ങനെ 3.162 വന്നേ നമുക്ക് നോക്കാം. ആദ്യം നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 10 എന്ന് എഴുതുക. ഓക്കെ, 10 എന്ന് എഴുതിയതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നമുക്ക് എങ്ങനെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ. അതായത് ഇവിടെ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ലോങ് ഡിവിഷൻ മെത്തേഡാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് 10 റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 10 എന്ന് എഴുതി. അപ്പൊ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് കാണാൻ തന്നെ നമുക്ക് ആദ്യം എക്സ്ട്രാ വന്നിട്ട് ഒരു 6 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഈ 6 0ക്ക് പകരം 8 0 അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഒരു 3 ഡിജിറ്റ് വന്നതിന് ശേഷം നമ്മൾ സാധാരണ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് 3 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമലി സ്റ്റോപ്പ് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 6 0 സ്റ്റോപ്പ് ചെയ്യാൻ കാരണം കേട്ടോ. അപ്പൊ നമ്മൾ 10 എന്ന് ഇട്ടു, 2 0 2 0 2 0 മൊത്തം 6 0 ഇട്ടു. എന്തിനാ ഈ ഗ്യാപ്പ് വിട്ടിരിക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ വൃത്തിയായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് വിട്ടിരിക്കണേ. ഗ്യാപ്പ് വിടുന്നത് നിർബന്ധമൊന്നുമില്ല, വൃത്തിയായി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് വിട്ടിരിക്കുന്നത്. അപ്പൊ 10 റൂട്ട് 10 എന്ന് എഴുതി. അപ്പൊ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എങ്ങനെ 3 വന്നേന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കിവിടെ 10 ആണ്. 10ന് തൊട്ട് താഴെയുള്ള നമ്പർ, അതായത് ഇപ്പോ കറക്റ്റ് ആയിട്ട് ഇപ്പൊ 10 ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് 10 തൊട്ട് താഴെയുള്ള നമ്പർ ഏതാണ് നോക്കണം. ഇൻഡു ചെയ്താൽ കിട്ടുന്ന നമ്പർ ഏതാണെന്ന് നോക്കണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തെന്നറിയാം. 3 × 3 എന്ന് പറയുമ്പോൾ എന്താണ് 9 ആണ് അല്ലെ. അപ്പൊ പിന്നെ നിങ്ങൾ ചിന്തിക്കാം 1 × 1 എടുത്തൂടെ, 2 × 2 എടുത്തൂടെ എന്നൊക്കെ ചിന്തിക്കും. ഇപ്പൊ 1 × 1 എടുത്താൽ 1 ആണ്, 2 × 2 എടുത്താൽ 4 ആണ്. നമുക്ക് അറിയാം നമുക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ചാല് 10ന് അടുത്ത നമ്പറാണ് നമ്മൾ എടുക്കാനുള്ളത്. 10ന് തൊട്ടടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നമ്പർ 9 ആണ്. അപ്പൊ 9 എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 9 കിട്ടുക? 3 × 3 ചെയ്യുമ്പോഴാണ് നമുക്ക് 9 കിട്ടുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എഴുതി ഇവിടെ 3 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ 3ന് എന്തായിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടുക 3 ആയിട്ട്. അപ്പൊ 3 × 3 ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു? 9 വന്നു. ഓക്കെ, ആദ്യം ഫുൾ ആയിട്ട് ഞാൻ പറയണത് ഒന്ന് കേക്ക്, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അവസാനം ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് 3 × 3 വന്നപ്പോൾ 9 വന്നു. 10 നിന്ന് 9 പോയാൽ നമുക്ക് എന്തെന്നറിയാം 1 ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ 2 0 ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായത് 2 0 ഇറക്കി എഴുതി. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 100 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇനി അടുത്ത് നമുക്ക് 100ന്റെ നോക്കണം. 100ന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാ നോക്കണം. അതിന് മുന്നേ നമുക്ക് എങ്ങനെ ഈ 61 വന്നതെന്ന് വെച്ചാൽ ഈ 6 എങ്ങനെ വന്നതെന്ന് അറിയാം. 3 + 3 ചെയ്തപ്പോ നമുക്ക് എന്ത് വന്നു? 6 വന്നു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6ന്റെ കൂടെ എത്ര നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴാണ്, മീൻസ് 6ന്റെ കൂടെ ചേർത്തിട്ട് എത്ര നമ്പർ ഇൻറ്റു ചെയ്യുമ്പോഴാണ് 100ന്റെ തൊട്ടടുത്ത നമ്പർ കിട്ടുക. ഇപ്പൊ 6ന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 6 ആണ്. അപ്പൊ 6 എങ്ങനെ കിട്ടിയത്? 3 ആഡ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് 6 കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം നമ്മളിപ്പോ 61 × 1 ചെയ്തപ്പോ നമുക്ക് എത്ര വന്നു? അതായത് 61 വന്നു. ഇനി അടുത്തത് ഇപ്പൊ 61 × 2 61 × 3 അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. 61 ആണെങ്കിൽ 61 × 1 ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ അതേസമയം ഇവിടെ നമ്മള് 62 × 2 ചെയ്യുമ്പോൾ എത്ര വരിക? എങ്ങനെ വരിക? ആക്ച്വലി 2 × 2 4, 2 × 6 124 വരിക. അപ്പൊ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്തേ എടുക്കാൻ സാധിക്കുള്ളൂ? 1 എടുക്കാൻ സാധിക്കുള്ളൂ. കാരണം 100ന്റെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 61 ആണ്. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ 1 നമ്മൾ എഴുതി. അതേപോലെ തന്നെ എന്ത് എഴുതി അടുത്തത്? അപ്പൊ നമുക്ക് എന്തെന്നറിയാം, അതായത് ഇനി ഇവിടെ നമുക്ക് എന്തെന്നറിയാം, ഇവിടെ ഇനി 61 എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുക? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ ഇപ്പൊ എത്ര എഴുതി? 1 അല്ലേ.
അപ്പൊ ഇവിടെ എഴുതിയത് ഒന്നല്ല, അപ്പൊ ഇവിടെ എഴുതി എന്ത് എഴുതണം? 1 എഴുതണം. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? 1 × 61 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 61 കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി അടുത്തത് 100 ന്ന് 61 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം എന്താ 100 ന്ന് 0 ന്ന് 1 പോകില്ല. അപ്പൊ എന്താണ് നമ്മള് ഇവിടെ നിന്ന് എടുക്കും അല്ലെ? അപ്പൊ 10 ന്ന് 1 പോയാൽ 9. ഇവിടെ എത്രയാവും? 9 ആവും. 9 6 ആയി 3 ഇവിടെ 0 ആണ്. അത് നമ്മൾ 0 വരുമ്പോൾ 0 ന്ന് നമ്പർ പോയി കണ്ടിരുന്നാൽ നമുക്ക് അടുത്തത് കഴിയുമ്പോൾ എടുക്കൂലേ? അതുപോലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടോണ്ടിരിക്കാതെ എന്റെ ഒപ്പം ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പൊ ഒന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാവേ. അപ്പൊ ഇവിടെ എന്താ ഇനിയിപ്പൊ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ഇപ്പൊ 100 ന്ന് 61 പോയി 39 കിട്ടി. അടുത്ത് 2 0 ഇറക്കി എഴുതി. ഇനി അടുത്ത നമ്പർ നമുക്ക് എന്തെന്ന് അറിയാം? 3900 ആണെന്ന് അടുത്ത നമ്പർ അറിയാം. ഈ 3900 എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? ഓൾറെഡി ഇവിടെ 61 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്നറിയാം? ഇവിടെ 6 എങ്ങനെ വന്നത്? 3 കൂടെ കൂട്ടിയപ്പോ 6 വന്നു. ഇവിടെ അതേപോലെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇനി അടുത്തത് ഈ 2 എങ്ങനെയാ വന്നത് എന്ന് മനസ്സിലാക്കണം. ഈ 61ഉം ഈ 1ഉം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? ഈ 62 വരിക. മനസ്സിലായോ? അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ വന്നേ? 39 വന്നു അല്ലെ? 39ന്റെ കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 0 ഇറക്കി എഴുതി. ഇനി 3900 ആണ് നോക്കണ്ടേ. പിന്നെ ഇപ്പൊ ഇവിടെ എങ്ങനെയാ 62 വന്നതെന്ന് വെച്ചാൽ ഈ 61ഉം 1ഉം കൂടെ പ്ലസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഡൗട്ട് വിചാരിക്കേണ്ട, ആദ്യം നമ്മൾ 3 കൂടെ പ്ലസ് ചെയ്തപ്പോ 6 വന്നു. അടുത്ത നമ്പർ എത്ര? 1 അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? 61 1ഉം കൂടെ ആഡ് ചെയ്തപ്പോ 62 വന്നു. നമുക്ക് ഇനി 3900 കിട്ടണം. മനസ്സിലായോ? 3900 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്ത് നോക്കുക. എങ്ങനെ ഇൻറ്റു ചെയ്ത് ചെയ്യാന്നറിയോ? ഇപ്പൊ നമുക്കറിയാം എന്താ 62 ആണെന്ന് അറിയാം. അപ്പൊ 62ന്റെ കൂടെ അപ്പൊ നമുക്ക് 3900ന്റെ അടുത്ത് കിട്ടുന്ന നമ്പർ വേണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 625 × 5 എത്രയെന്ന് നോക്കാം. 5 × 5 25 ആണ്. 2 ബാലൻസ് ആണ്. 2 × 5 10 ആണ്. 10 + 2 12 ആണ്. അപ്പൊ 2 എഴുതി, 1 എഴുതി. 5 × 6 30 ആണ്. 31 എഴുതി. 3125 നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? 3900ത്തിന് അടുത്ത നമ്പറാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അടുത്ത് നമ്മൾ എടുത്ത് നോക്കുക. അപ്പൊ ഇവിടെ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ 625 ആണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ 625 × 6 നോക്കാം. 5 × 6 എത്രയാണ്? 5 × 6 30 ആണ്. അപ്പൊ 3 ബാലൻസ്. 2 × 6 12 15, 1 ബാലൻസ്. 6 × 6 36 37 3750 കിട്ടി. അപ്പൊ 5 × 6 30 ആണ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ? അപ്പൊ അടുത്ത നമ്പർ ആദ്യം എടുത്ത് എഴുതുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കേണ്ടത് 625 അല്ലേ നമ്മൾ എഴുതേണ്ടത്? ഇവിടെ തെറ്റാണ്. അപ്പൊ 625 × 6 ചെയ്യാൻ പറ്റില്ല. 626 × 6 ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആദ്യം തൊട്ടൊന്ന് റബ്ബ് ചെയ്യാം. 600 അതിപ്പോ ഇവിടെ എങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല്, നമ്മള് ഇപ്പൊ 62ന്റെ അടുത്ത് എന്താണോ ഇട്ടിരിക്കണേ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ 626 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു നമ്മൾ എന്താ ചെയ്യുക? 6 അല്ലേ ഇട്ടിരിക്കണേ. അപ്പൊ എന്ത് ചെയ്യുക? 6 ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. മനസ്സിലായോ? അപ്പൊ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, 6 × 6 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് അറിയാം? അതായത് 36 ആണെന്ന് അറിയാം. അപ്പൊ 6 എഴുതി 3. അപ്പൊ 2 × 6 എത്രയാണ്? 12. 12 + 3 എത്രയാണ്? 15. 1 6 × 6 36, 37 വരും അല്ലെ? ഇത് 3756 ആണ് വരിക. അപ്പൊ നമുക്ക് എത്ര വന്നു? 3900 നിന്ന് 3756 ലെസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട? ഇവിടെ 0 ആണ്. അപ്പൊ 10 ന്ന് 6 പോയി കഴിഞ്ഞാൽ 4 ആണ്. പിന്നെ 9 ന്ന് 5 പോയി കഴിഞ്ഞാൽ 4 ആണ്. പിന്നെ അടുത്ത മനസ്സിലായി 8 ന്ന് 7 പോയി കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ എത്ര കിട്ടി? 14000. അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 0 എടുത്ത് ഇറക്കി എഴുതി. 14400. അപ്പൊ ഇവിടെ ഇനിയിപ്പോ എങ്ങനെയാ? ഇവിടെ നമുക്ക് 62 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 62 ഇപ്പൊ നമുക്ക് 62 ഇപ്പൊ ആക്ച്വലി നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 626 കിട്ടിയിട്ടുണ്ട് അല്ലെ? കാരണം നമ്മൾ ആദ്യം 3 എത്ര ചെയ്തു? 6 ചെയ്തു. പിന്നെ അടുത്തത് 61 + 1 ചെയ്തപ്പോ 62 വന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയ ഡിജിറ്റ് 626 ആണ്. അപ്പൊ 626 + 6 ചെയ്തപ്പോ നമുക്ക് എത്ര വന്നു? അതായത് 626 + 6 ചെയ്തപ്പോ 632 വന്നു. മനസ്സിലായോ? അപ്പൊ ഈ 632 വന്നപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഈ 632ന്റെ കൂടെ എത്ര നമ്പറാണ് ഇടേണ്ടത്? എത്ര നമ്പർ ഇട്ടാണ് 14400 കിട്ടുക നോക്കാം. അപ്പൊ നമുക്ക് അറിയാം എന്താണ്? 632ന്റെ കൂടെ 2 ഇട്ട് നോക്കാം. 2 × 2 എത്രയാണ്? 4 ആണ്. 3 × 2 എത്രയാണ്? 6 ആണ്. 6 × 2 എത്രയാണ്? 12 ആണ്.
1200 അത്ര വരിക നമുക്ക് ഇവിടെ. അതായത് 632 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്താണ് നമുക്ക് എത്ര 1264 നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, 632 2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇൻറ്റു 2 വെച്ചിട്ടാണ് നോക്കേണ്ടത്. ഇൻറ്റു 2 കൂടെ നമ്മൾ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്ന സമയത്ത് വൃത്തിയായിട്ട് തന്നെ ചെയ്യണം. കാരണം നമ്മൾ എന്താ ചെയ്യുക, കാരണം ഫുള്ള് ഡിജിറ്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം അല്ലെ. അതായത് നമുക്ക് 626 പ്ലസ് 2 എത്ര കിട്ടിയത് 632 ആണ്. അതിന്റെ കൂടെ 2 ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ 632 കൂടെ 2 ആണ്. അപ്പൊ അതേ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യാൻ 6322 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടിയ 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 2 12, 12644 കിട്ടും. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ, നമുക്ക് വേണമെങ്കിൽ അടുത്ത നമ്പർ എടുത്തുകൂടെ. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയത് 632 ആണല്ലോ, 3 ഇട്ട് കൊടുത്തത്. 3 ഇട്ട് കൊടുത്ത് 3 മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ 3 ഇൻറ്റു 3 9, 2 ഇൻറ്റു 3 6, 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 6 18. 18,650 പറയുമ്പോൾ 14,400 കൂടി. നമുക്ക് എന്താ വേണ്ടത്, 14,400 അടുത്ത നമ്പറാണ് വേണ്ടത്. 12,644 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 14,400 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 12,644 നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പൊ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, 0 പോവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം, 10 പോയാൽ 6, 9 5 പോയാൽ എത്രയാണ് 4, പിന്നെ 3 6 നമുക്ക് എന്താ ചെയ്യാം, 13 6 പോയാൽ എത്രയാണ് 7, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് മനസ്സിലാവും, 3 2 പോയാൽ 1, അപ്പൊ 1756. ഓക്കെ, ഇനി മതിയാക്കാം. കാരണം എന്താ നമുക്ക് 3 ഡിജിറ്റ് വന്നല്ലോ. അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടി 3.162. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളിപ്പോ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം 10 ആദ്യം ഉള്ളിലോട്ട് ഇടുക. ഉള്ളിലോട്ട് ഇട്ടിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 10ന്റെ തൊട്ടടുത്ത നമ്പർ ഏതാ നോക്കുക. അപ്പോ ഇവിടെ നിങ്ങൾ 2 വരില്ലേന്ന് ചിന്തിക്കും. 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് കാണാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ 2 ഇട്ട് കഴിഞ്ഞു എന്ന് വെച്ചാല് ഇവിടെ 5 ഇടുമല്ലോ. 5 ഇൻറ്റു 2 10, 10 0 അങ്ങനെ വരും. അപ്പൊ റൂട്ട് നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. റൂട്ട് കാണുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തൊട്ടടുത്ത നമ്പർ ഏതാണ് അത് എടുക്കണം. അതാണ് പിന്നെ 10 കറക്റ്റായി കിട്ടാണ്ട് അടുത്ത നമ്പർ 9 ആണ് കിട്ടുക. അപ്പൊ 3ന്റെ കൂടെ 3 ഇൻറ്റു ചെയ്യുമ്പോൾ 9 കിട്ടും. അപ്പൊ 10 9 പോയ 1 100 ചെയ്തു. 100ലെ തൊട്ടടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 + 3 എത്ര 6 ആണ്. ഇനി 6ന്റെ കൂടെ എത്ര ഇട്ടാലാണ് 100ന്റെ അടുത്ത നമ്പർ എന്ന് വെച്ചാല് 61 ഇൻറ്റു 1 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, 61 കിട്ടുക. കാരണം 62 ഇൻറ്റു 2 ചെയ്യുമ്പോൾ പിന്നെ 124 ആണ് വരിക. അപ്പൊ 61 ചെയ്ത് അപ്പൊ 1 ഇട്ടു. അപ്പൊ 1 ഇൻറ്റു 61 61 100 61 പോയാൽ 39, അടുത്ത 2 0 ഇറക്കി എഴുതി. പിന്നെ 61 പ്ലസ് ഈ 1 ആണ് 62. അതിനുശേഷം നമ്മൾ അതേപോലെ എന്ത് ചെയ്യാം, 3900 കിട്ടണമെന്നുണ്ടെങ്കിൽ 62ന്റെ കൂടെ ഏത് നമ്പർ ഇട്ടിട്ട് ഏത് നമ്പർ ഇൻറ്റു ചെയ്യണം. അപ്പൊ 626 ഇൻറ്റു 6 ചെയ്തപ്പോൾ 3756 കിട്ടി. അതിന് മൈനസ് ചെയ്തപ്പോൾ 144 കിട്ടി. 2 0 ഇറക്കി എഴുതി. ഇനി 626 പ്ലസ് 6 ആണ് എന്തെന്ന് പറയണത് 632. അതിന്റെ കൂടെ എത്ര വെച്ചാലാണ് നമുക്ക് 14,400 അടുത്ത നമ്പർ കിട്ടാൻ നോക്കുക. അപ്പൊ 2 ഇട്ട് കൊടുക്കുക. 6322 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 12,644 കിട്ടും. എന്നിട്ട് മൈനസ് ചെയ്യുമ്പോൾ 1756. ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് 10ന്റെ റൂട്ട്. ഇങ്ങനെയാണ് 10ന്റെ റൂട്ട് വന്നിട്ട് 3.162 ആയത്. ഓക്കെ, ക്ലിയർ ആയോ? പ്രവിത, വിദ്യ, രമ്യ, അഞ്ജന, അനീഷ, അസ്ലമിയ, 10ന്റെ റൂട്ട് ക്ലിയർ ആയോ? 10ന്റെ റൂട്ട് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഞാൻ 2ന്റെ റൂട്ടും 8ന്റെ റൂട്ടും പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
അസ്ലമിയ ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഞാൻ പറയാം. അതായത് ഇപ്പൊ നമ്മൾക്കിപ്പം 10ന്റെ റൂട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ 10ന്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാ നോക്കാം. ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് 10ന്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം 10 എന്ന് എഴുതി. അപ്പം ഇനി അടുത്തത് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം ഒന്ന് 6 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്തിനാ 0 ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇട്ട് കൊടുക്കണം. 2 0 2 0 2 0 6 0 ഗ്യാപ്പ് വിട്ടിട്ട് ഇട്ട് കൊടുക്കുക. വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് വിടുന്നത്. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനും മൈനസ് ചെയ്യുമ്പോൾ ഇത്തിരി ഒന്ന് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 10 ഇട്ട് കൊടുത്താൽ ഇപ്പോ നമ്മൾക്കിപ്പോ സാധാരണ നമ്മൾ ഡിവിഷൻ മെത്തേഡിൽ പഠിക്കുകയാണെങ്കിൽ 10ൽ 2 പോകും, 5 × 2 എന്ന് പറഞ്ഞാൽ പഠിക്കുക. അപ്പൊ കറക്റ്റ് 10 കിട്ടണ ആൻസർ നമുക്ക് വേണ്ട. 10ന്റെ തൊട്ടടുത്ത നമ്പർ കിട്ടണ നമ്പർ ഏതാണ് നോക്കുക. ഇപ്പൊ നമുക്കറിയാം 2 × 2 പറഞ്ഞാൽ 4 ആണ്, 1 × 1 പറഞ്ഞാൽ 1 ആണ്. അടുത്ത എന്താ 3 × 3 പറഞ്ഞാൽ 9 ആണ്. അപ്പൊ 10ന്റെ അടുത്ത നമ്പർ എത്രയാണ്? 9 ആണ്. അപ്പൊ 3 എഴുതുക. 3 എഴുതിയതിനു ശേഷം എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക? 3 × 3 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 9 കിട്ടുക. അപ്പൊ 10 9 പോയാൽ 1. അതിനുശേഷം 2 0 ഇറക്കി എഴുതണം. അപ്പൊ ഇവിടെ എന്താ പോയിന്റ് എഴുതുക. അപ്പൊ 2 0 ഇറക്കും 100 എത്ര പ്രാവശ്യം പോകും നോക്കുക. അപ്പൊ ഞങ്ങളെ പോകും നോക്കുക വെച്ചാല് 3 + 3 6 എഴുതുക. 6ന്റെ കൂടെ എത്ര നമ്പർ വെച്ച് എത്ര നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 100ന്റെ അടുത്ത നമ്പർ എന്ന് വെച്ചാൽ 61 × 1 എത്ര? 61 ആണ്. അതേസമയം 62 × 2 എത്ര? 2 × 2 4, 6 × 2 12 124 ആണ്. അപ്പൊ 100ന്റെ മേലെ. അപ്പൊ 100ന്റെ അടുത്ത നമ്പർ എത്രയാണ്? 6ന്റെ കൂടെ ചേർക്കുമ്പോൾ 61. 1 എങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്തതാണ്, കാരണം 100ന് അടുത്ത നമ്പർ കിട്ടാൻ. അപ്പൊ 61 × 1 ചെയ്തപ്പോ 61 വന്നു. അപ്പൊ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ 100ന്ന് 61. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ എങ്ങനെ 61 പറഞ്ഞത്? അവിടെ നമ്മൾ 1 ഇട്ട് കൊടുത്തത്. അപ്പൊ 1 × 61 61. 100ന്ന് 61 പോയി എത്ര? 39. അടുത്ത 2 0 ഇറക്കി എഴുതി. ഇനി ഇവിടെ എങ്ങനെ 62 വന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം 3 × 3 ചെയ്തപ്പോ 6 വന്നു. ഇനി അടുത്ത 61 അല്ല, 61 × അടുത്ത നമ്പർ എത്ര? 1 പ്ലസ് ചെയ്തപ്പോ 62 വന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് 3900 കിട്ടണം എന്നുണ്ടെങ്കിൽ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കുക, 62ന്റെ കൂടെ ഇപ്പൊ 625 ആണെന്നുണ്ടെങ്കിൽ കിട്ടുമോ നോക്കുക. 625 × 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല. 625 × 5 ചെയ്യുമ്പോൾ 5 × 5 25, 2 × 5 10 12, 1 5 × 6 30 31, 3125 കിട്ടും. അതേസമയം ഇപ്പൊ 626 × 6 ചെയ്യുമ്പോൾ 6 × 6 36 ആണ്, 3 2 × 6 12 15, 1 3 6 × 6 36 37 വരും അല്ലെ. 3756 3900 അടുത്ത നമ്പർ. അപ്പൊ 626 എഴുതി 6 എഴുതി. അപ്പൊ 6 × 626 എത്ര? 3756. വീണ്ടും നമ്മൾ മൈനസ് ചെയ്തു. 3900 3756 പോയി കഴിഞ്ഞാൽ 144 ആണ്. 2 0 വീണ്ടും ഇറക്കി എഴുതി. ഇനി 14400 എത്ര പോകുന്നു നമ്മൾ നോക്കണം. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? 626ന്റെ കൂടെ അടുത്ത നമ്പർ ഇവിടെ എത്ര നമുക്ക് പ്ലസ് ചെയ്യേണ്ടത്? 6 ആണ് പ്ലസ് ചെയ്യേണ്ടത്. 626 + 6 എത്ര? 632. 632ന്റെ കൂടെ എത്ര നമ്പർ വെച്ചാലാണ് നമുക്ക് 14400ന്റെ അടുത്ത നമ്പർ കിട്ടാൻ നോക്കാം. അപ്പൊ 6321 × 1 പറഞ്ഞാൽ 6321 ആണ്. 6322ന്റെ 2 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12644 കിട്ടും. ഇനി അടുത്തത് നമ്മളിപ്പോ 6323 × 3 ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മളിപ്പോ എങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അടുത്ത് നമ്മളിപ്പോ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 × 3 9, 2 × 3 6, 3 × 3 9, 3 × 6 18. 18969 വന്നു. അപ്പൊ അതിന്റെ മേലെയാണ് പോണത്. അപ്പൊ 6322 × 2 ചെയ്യുമ്പോൾ 12644, 14400 അടുത്ത നമ്പറാണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതി, എന്നിട്ട് മൈനസ് ചെയ്ത് 1756 വന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് വന്നത്? 3.162. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാട്ടോ. നമ്മൾ കുറെ 1 വീക്ക് ആയാലും റൂട്ടിന്റെ ക്ലാസ് പറഞ്ഞുതരാം അത് പറയണേ. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് മുതലേ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ക്ലിയർ ആയോ? അസ്ലമി എന്നോട് റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയോ? റോണി ക്ലാസ്സിൽ കയറിയില്ലേ? റോണിക്ക് റൂട്ട് ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ റോണി. ഓക്കെ, അസ്ലമിയ ക്ലിയർ ആയോ? ഓക്കെ റോണി. ഓക്കെ, കാണാതാ ഇപ്പൊ ചോദിച്ചതായിരുന്നു. അസ്ലമിയ ഓക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റൂട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂട്ട് നോക്കാം. അപ്പൊ റൂട്ടിന്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ശരിയായല്ലോ? റൂട്ടിന് ഇനിയിപ്പോ നിങ്ങൾ ഒന്നും കുഴപ്പമില്ലല്ലോ? എന്നോട് ഡൗട്ട് ചോദിച്ചത് ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് 10 ചെയ്ത പോലെ 2 വെയിറ്റ് ജസ്റ്റ് ഒന്ന് സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ അടുത്ത നമ്പർ വരുമ്പോ ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. ഓക്കെ,
അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ 10ന്റെ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് 8ന്റെ നോക്കാം കേട്ടോ. 8ന് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? 8ന്റെ റൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ എന്തിന്റെ ഒപ്പം ചെയ്തേ, നമുക്ക് ജസ്റ്റ് ക്ലാസ് കാണും മാത്രം ചെയ്യലിന്റെ ഒപ്പം നോട്ട് എടുത്ത് ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഏത് മെത്തേഡാ ഫോളോ ചെയ്യേണ്ടത്? ലോങ് ഡിവിഷൻ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ട കാര്യം. അപ്പൊ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് എത്ര പറഞ്ഞിരിക്കുന്നത്? 8 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ആദ്യം 8 എഴുതി. അടുത്ത് നമ്മൾ എന്താ നോക്കേണ്ടത്? 8ന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ നോക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ നോക്കാം എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 8 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളിപ്പോ 4 ഇടാൻ പറ്റില്ല. കാരണം 4 ഇട്ട് കഴിഞ്ഞാൽ 4 × 4 പറയുമ്പോൾ 16 ആകും. മനസ്സിലായാ? അപ്പൊ 8ന് മേലെ നമ്പറായി. ഇപ്പൊ 1 × 1 പറയുമ്പോൾ 1. അപ്പൊ 8ന്റെ അടുത്ത നമ്പർ വേണം. ഇപ്പൊ 2 × 2 പറയുമ്പോൾ 4, 3 × 3 പറയുമ്പോൾ 9 എന്ന് പറ്റൂല, കാരണം 8ന് മേലെ ആയല്ലോ. അപ്പൊ നമ്മൾ എന്താ നോക്കുക? 2 × 2 4. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി 2 എഴുതി, ഇവിടെ എന്ത് ചെയ്ത് 2 എഴുതി, 2 × 2 ചെയ്തപ്പോ 4 വന്നു. മനസ്സിലായോ? അപ്പൊ 8ന് 4 പോയ 4. ഈ 2 0 ഇറക്കി എഴുതുന്ന മുന്നേ തന്നെ ഇവിടെ പോയിന്റ് ഇട്ടു. 2 0 ഇറക്കി എഴുതി 400. 400ന്റെ അടുത്ത നമ്പർ ഏതാ നോക്കണം. ഇനി അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? 2 + 2 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? 4 വന്നത്. ഇനി നമുക്ക് 400 എങ്ങനെ കിട്ടാന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 4ന്റെ കൂടെ എത്ര ഇടണം? അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ 4ന്റെ കൂടെ 5 45 × 5 എത്രയാണ്? അപ്പൊ നോക്കുക, 5 × 5 25, 2 5 × 4 20 22 225 ആണ് വന്നത്. നമുക്ക് എന്താ വേണ്ടത്? 400 അടുത്ത നമ്പർ വേണം. അപ്പൊ നമുക്ക് നോക്കാം 47 × 7 നോക്കാം. 7 × 7 49, 4 7 × 4 28 + 4 20 32 329 ആണ്. ഇനി അടുത്ത നമ്പർ നോക്കാം. ഇനി അടുത്ത നമ്പർ എങ്ങനെ നോക്കാം? 48 × 8 നോക്കാം. 8 × 8 64, 6 8 × 4 32 38 384. മനസ്സിലായോ? അപ്പൊ നമുക്ക് തൊട്ടടുത്ത നമ്പറാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫുള്ളായി ചെയ്തു. ഞാൻ നിങ്ങൾക്ക് എന്തിനാ ചെയ്ത് കാണിച്ചേ പറയാം, എന്തുകൊണ്ട് 8 എടുത്തു എന്നുള്ളത് ഇതിന്റെ തെളിവായിട്ട് കാണിച്ചു തന്നാണ് കേട്ടോ. ഡൗട്ട് ഇല്ലാതിരിക്കാനാണ്. ആദ്യം തന്നെ 8 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്ന് ക്ലിയർ ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോ വീണ്ടും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ 4ന്റെ കൂടെ 9 ഇട്ട് കൊടുക്കണം. 49 × 9 ചെയ്യുമ്പോൾ 9 × 9 81, 8 9 × 4 36 + 8 എന്ന് പറയുമ്പോൾ 44 441 വന്നു. അപ്പൊ നമുക്ക് 49 ഇടാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 44ന്റെ കൂടെ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് 8 ഇട്ട് കൊടുത്തു, നമ്മൾ ചെയ്തു. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് നമ്മൾ 48ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? 8 ഇൻറ്റു ചെയ്തപ്പോൾ 384 വന്നു. അപ്പൊ 48 4ന്റെ കൂടെ 8 എഴുതി, ഇവിടെ 8 എഴുതി. അപ്പൊ 8 എഴുതി 8 × 48 എത്ര? 384. 10 0 4 പൂരം 10 4 പോയ 6 9 8 പോയ 1. ഇവിടെ ഒന്നുമില്ല. 16 2 0 ഇറക്കി എഴുതി. ഇനി 1600 എത്ര നോക്കണം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? 48ന്റെ കൂടെ 8 ആഡ് ചെയ്യണം. 48ന്റെ കൂടെ 8 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? 56 വരും. മനസ്സിലായോ? 56 വരുമ്പോ നമ്മൾ നോക്കുക, ഇനി 1600 കിട്ടാൻ 56ന്റെ കൂടെ എത്ര നമ്പർ ഇട്ടിട്ട് ഇത് ഇൻഡ്യൂ ചെയ്യണമെന്ന്. അപ്പൊ നമുക്കറിയാം ഇവിടെ 56നോട് 561 × 1 ചെയ്താൽ നമുക്കറിയാം 561 ആണെന്ന് അറിയാം. അതേസമയം 562 × 2 ചെയ്താലേ 2 × 2 4, 6 × 2 12, 1 5 × 2 10 11. അപ്പൊ 1124 വന്നു. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഡൗട്ട് ഉണ്ടാകും, നമുക്ക് 563 × 3 നമുക്ക് ചെയ്ത് നോക്കിയാലോ. 3 × 3 9, 6 × 3 18, 1 5 × 3 15 1689. നമുക്ക് 1600ക്കാളും മേലെ വന്നില്ലേ? അപ്പൊ ഏറ്റവും എളുപ്പം എന്താ? 2 ആണ്. അപ്പൊ 562 ഇട, ഇവിടെ 2 ഇട. 2 × 562 എത്ര വന്നു? 1124 വന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? വീണ്ടും 1600 1124 മൈനസ് ചെയ്യാ. 10 4 പോയ 6, 9 2 പോയ 7, 5 1 പോയ 4. ഇവിടെ ഒന്നുമില്ല, അത് നമ്മൾ ചെയ്യാ. മനസ്സിലായോ? അപ്പൊ നിങ്ങള് ഓരോ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് ഇട്ട് നോക്കുക, അങ്ങനെ വരുമോ ഇങ്ങനെ വന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്തത് പിന്നെ ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ഒന്ന് ആ കൺഫ്യൂഷൻ നിങ്ങൾക്കൊന്ന് മാറി കിട്ടും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെ കിട്ടിയെന്ന് എങ്ങനെ നോക്കുക? 562 × 2 ചെയ്തപ്പോഴാണ് എന്ത് വന്നത്? 1124 വന്നത്. മനസ്സിലായോ? അപ്പൊ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എന്താണ്? 1600 1124 ലെസ് ചെയ്യുമ്പോൾ 476 കിട്ടും. വീണ്ടും 2 0 ഇറക്കി എഴുതാം. അപ്പൊ ഈ 476 കൂടെ 2 0 ഇറക്കി എഴുതിയതിനു ശേഷം എന്താ മനസ്സിലാക്കേണ്ടത്? പറഞ്ഞാൽ 562 + 2 ആണ് എന്ത്? 564. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 + 2 4. അടുത്ത 8 ഇട്ട് കൊടുത്തപ്പോൾ 48 + 8 56. 56 2 ഇട്ട് കൊടുത്തപ്പോൾ 562 + 2 ആണ് 564. മനസ്സിലായോ? അപ്പൊ ഓരോന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഡൗട്ട് ഇല്ലാണ്ടിരിക്കാൻ എഴുതി. 2 + 2 4. ഇനി അടുത്ത ഇവിടെ എത്ര? 2 അല്ലേ? ഇപ്പൊ ഇവിടെ എത്ര വന്നത്? 4. ഇപ്പൊ ഇവിടെ എങ്ങനെ? ഇപ്പൊ ഈ 4 ഇപ്പൊ എങ്ങനെയാ വന്നത്? നമുക്ക് 400ന്റെ
2+2 ചെയ്തപ്പോൾ 4 വന്നത്. അത് നമ്മൾ ഈ 2+2 4. പിന്നെ അടുത്ത് എന്താ 48 48+8 ചെയ്തപ്പോൾ എത്ര വന്നു? 56 വന്നു. ഇനി 56 എന്ത് ചെയ്യും? 562+2 ചെയ്യുക. അപ്പൊ എന്ത് വന്നു? 562+2 ചെയ്തപ്പോൾ എത്ര വന്നു? 564 വന്നു. മനസ്സിലായോ? അപ്പൊ ഇനി എന്ത് ചെയ്യാ? നമ്മൾ അടുത്ത് ചെയ്ത് നോക്കുക. 564 കൂടെ എത്ര നമ്പറാണ് നമ്മൾ വെക്കുക നോക്കുക. 564 കൂടെ അടുത്ത് നമ്മൾ എത്ര ഇട്ടു? 8 ഇട്ടു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ 564 കൂടെ നമുക്ക് എത്ര വരണം? 4000, അതായത് 47,600 കിട്ടണം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് 564 കൂടെ നമുക്ക് 7 ഇൻറ്റു ചെയ്ത് വെക്കുക. 7. അപ്പൊ 7 × 7 എത്രയാണ്? 49 ആണ്. 4 4 × 7 28, 4 32, 3 6 × 7 42, 45, 4 5 × 7 35, 39 39,529 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് നോക്കുക എന്താണ്? നമ്മൾ ഇനിയിപ്പോ അടുത്ത 564ന്റെ കൂടെ നമ്മൾ 8 ഇട്ട് നോക്കുക. അപ്പൊ ഇട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആകും. മനസ്സിലായോ? അപ്പൊ ഓരോ നമ്പർ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ക്ലിയർ ആവേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ എഴുതാം 562ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 564 കിട്ടും. അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ അടുത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഇവിടെ നമ്മളിപ്പം 564ന്റെ കൂടെ 8 ഇട്ട് കൊടുക്കുക. 564 8 × എത്ര? 8 ചെയ്യുക. അപ്പൊ 8 × 8 എത്രയാണ്? 64 ആണ്. അപ്പൊ 6. അപ്പൊ 8 × 4 32, 6 38, 3 8 × 6 48, 3 എത്രയാ? 51, 5 5 × 8 എത്രയാണ്? 40 + 5 എത്രയാണ്? 45. അപ്പൊ എത്രയാണ്? 45,184 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 47,600 45,184 ലെസ് ചെയ്യുക. 0 4 പോവില്ല. 10 - 4 6, 9 - 8 1, അപ്പൊ 5 - 1 4, 7 - 5 2, 2416. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? 2416 വന്നിട്ട് എത്ര വട്ടമാണ് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2416 കിട്ടി. ഓക്കെ, അപ്പൊ ഇതിലാണ് നമ്മൾ നോക്കുക. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് 2.828 കിട്ടി. ക്ലിയർ ആയോ? അപ്പൊ നമ്മളിപ്പോ എങ്ങനെ 8ന്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എന്താ എഴുതിയത്? 8 എഴുതി. 8 എഴുതിയതിനു ശേഷം 8ന് തൊട്ടടുത്ത നമ്പർ നോക്കി. 1 × 1 1 ആണ്. 2 × 2 4 ആണ്. 3 × 3 9 ആണ്. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ 2 × 2 4 എടുത്ത്. അപ്പൊ 2 2 എഴുതി. 2 × 2 4 എഴുതി. 8ന് 4 പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? അതായത് 8ന് 4 പോയി കഴിഞ്ഞാല് 4 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ 2 0 എഴുതി. 400 എത്ര പ്രാവശ്യമാണ് പോകുക നോക്കാം. അപ്പൊ 2 + 2 4. ഇനി 4 കൂടെ 8 ഇട്ട് 48 × 8 ചെയ്തപ്പോഴാണ് 384 വന്ന്. 400 384 പോയാൽ 16 2 0 ഇറക്കി എഴുതി. ഇനി 48 + 8 ആണ് 56. അതിന്റെ കൂടെ 2 ഇട്ട് 562 × 2 ആണ് 1124 മൈനസ് ചെയ്തു. 1600 1124. അപ്പൊ 476 കിട്ടി. 2 0 ഇറക്കി എഴുതി. ഇനി 562 + 2 ആണ് 564. അതിന്റെ കൂടെ 8 ഇട്ടു. അത് 2 ചെയ്തപ്പോ 45,184 വന്നു. 2 കൂടെ മൈനസ് 2416. അങ്ങനെ നമുക്ക് 2.828 കിട്ടി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? വിദ്യ നമുക്ക് 3 × 2 അങ്ങനെ എടുക്കാൻ പറ്റില്ല. 2 നമ്പർ സെയിം ആയി എടുക്കണം. 1 ആണെങ്കിൽ 1 × 1 എടുക്കുക, 2 × 2 എടുക്കുക, 3 × 3 4 × 4 അങ്ങനെ 2 നമ്പർ സെയിം ആയിരിക്കണം. അപ്പൊ 561 ആണെങ്കിൽ 561 × 1, 562 ആണെങ്കിൽ 562 × 2 അങ്ങനെ എടുക്കണം. മനസ്സിലായോ? അനീഷ, ഇപ്പോ 10.25 അന്നത്തെ നമ്മൾ നോക്കിയത് ഇപ്പോ 10.25ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാല് ബേസിക് ആയിട്ടുള്ള റൂട്ടുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. 10 8 ഓരോന്നും എങ്ങനെ ചെയ്യാന്ന് ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. കുറച്ച് റൂട്ടുകൾ നിങ്ങളൊന്ന് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ 10.25ന്റെ മാത്രം പറഞ്ഞുതരാം. ഓക്കെ, എല്ലാം കൂടെ ഡൗട്ട് ആവണ്ട, അത് മാത്രമായിട്ട് പറഞ്ഞുതരാം. അതേപോലെ നിങ്ങളുടെ ടേബിൾ വാല്യൂവിന് ആക്ച്വലി നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഷോർട്ട് കട്ട് മെത്തേഡ് ഇപ്പൊ നമ്മൾ സാറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ടേബിൾ വാല്യൂ ബുക്ക് അലോ ചെയ്യില്ല എന്നൊക്കെ പറയണം. പക്ഷെ ഒന്നും കൂടെ ഞാൻ നോക്കി നോക്കട്ടെ, ഏതെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ. ആ ടേബിൾ വാല്യൂ കൂടെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ റൂട്ട് ഫുള്ളും ക്ലിയർ ആയല്ലോ. 10.25 മാത്രമായിട്ട് മൺഡേ എടുത്തുതരാം കേട്ടോ. വേറെ റൂട്ടിന്റെ ഒക്കെ ഫുള്ളും ക്ലിയർ ആയോ? വിദ്യ 3 × 2 അങ്ങനെ എടുക്കാൻ പറ്റില്ല, സെയിം നമ്പർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഒരു റൂട്ടും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഒപ്പം ചെയ്തു വരണേ.
ഇതുവരെ നമ്മളിപ്പം എന്തൊക്കെയാ ചെയ്തത്? ഇപ്പൊ നമ്മൾ 8 ചെയ്തു. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? നെക്സ്റ്റ് ഇവിടെ 10 ചെയ്തു. ഇനി അടുത്ത് 2. ഓക്കെ, 2ന് നമുക്ക് വേഗം ചെയ്യാം. 2ന്റെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ക്ലാസ് എടുക്കണം. ഞാൻ റൂട്ട് ഒന്ന് എടുത്തതിന് ശേഷം പോവാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മളിപ്പോ 2ന്റെ റൂട്ട് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം 2 എഴുതി. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ്, നമുക്ക് ഇവിടെ തന്നെ 2 ഇടാൻ പറ്റൂല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താവും, 2 നമുക്ക് റൂട്ട് ചെയ്യാൻ പറ്റൂല. എപ്പോഴും നമ്മൾ തൊട്ട അടുത്ത നമ്പറാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ എത്ര എഴുതിയത്? 1 എടുത്തു. അപ്പൊ ഇവിടെ എത്ര? 1. ഇവിടെ 1 എടുത്ത ഇവിടെ 1 എഴുതും. ഇവിടെ എന്താണ് എഴുതിയത് ഇവിടെ എഴുതണം. അപ്പൊ 1 × 1 എത്രയാണ്? 1. അപ്പൊ 2 1 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര? 1 എന്ന് പറയാം. 2 0 ഇറക്കി എഴുതി. കാരണം ഓൾറെഡി നമ്മൾ 6 0 ഇട്ട് കൊടുക്കാൻ മനസ്സിലാക്കണം. അപ്പൊ എന്തുകൊണ്ട് അവിടെ 8 0 ഇട്ട് കൊടുത്തത് ആവണ്ട, നമുക്ക് എത്ര 0 ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 6 0 ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ എന്താ എഴുതിയത്? നമ്മളിവിടെ ഇപ്പൊ 1 എഴുതി. 1 ന്റെ 1 ചെയ്തപ്പോ 1 വന്നു. ഇപ്പൊ 2 1 പോയി 1 2 0 ഇറക്കി എഴുതി. പോയിന്റ് 2 0 ഇറക്കി എഴുതുന്ന തന്നെ പോയിന്റ് ഇട്ടു ഇവിടെ. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ 100-ല് ഇനി അടുത്ത് നമ്മളിവിടെ എങ്ങനെ 2 വന്നത്? 1 + 1 ചെയ്തപ്പോ 2 വന്നു. അപ്പൊ നമ്മൾ നോക്കണേ ഇനി 100-ല് തൊട്ടടുത്ത നമ്പർ എത്രയാണ്? അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതാ? 24 × 4 ചെയ്യുമ്പോൾ 4 × 4 എത്രയാണ്? 16 ആണ്. അപ്പൊ 1 2 × 4 എത്രയാണ്? 8 ആണ്. അപ്പൊ എത്ര? 9. 96 വന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കേണ്ടതാ 24 × 4 ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? നമുക്ക് വന്നത് 96 ആണ്. അപ്പൊ 100-ന്റെ തൊട്ടടുത്ത നമ്പർ നമുക്ക് എന്ത് വന്നു? 96 വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? 96 വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് 100-ന്റെ തൊട്ടടുത്ത നമ്പർ കിട്ടിയില്ലേ, നമുക്ക് അത് അടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താ നോക്കേണ്ടത്? 100-ന്ന് 96 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പൊ ഇവിടെ ആദ്യം ഇവിടെ എത്ര? 4 എഴുതുക. ഇവിടെ 4 എഴുതുക. 4 × 24 96. 100-ന്ന് 96 പോയാൽ 4. 2 0 7 46. ഇവിടെ 24 + 4 എത്രയാണ്? 28 ആണ്. അപ്പൊ 1 + 1 2 ആണ്. അടുത്ത് 4 കിട്ടി. 24 + 4 പറയുന്നത് 28 ആണ്. 400-ന് തൊട്ടടുത്ത നമ്പർ എത്ര നോക്കുക? 28-ന്റെ കൂടെ 1 ഇട്ടു. കാരണം 281 × 1 ചെയ്യുമ്പോൾ 281 കിട്ടും. അതേസമയം 282 × 2 ചെയ്യുമ്പോൾ 2 × 2 4, 2 × 8 16, 1 2 × 4 5 564 ആണ്. 400-നെക്കാളും കൂടും. അപ്പൊ നമുക്ക് എന്താ ബെറ്റർ? 281 28-ന് കൂടെ 1 ഇടണം. അപ്പൊ ഇവിടെ 1 ഇട്ടു. 1 × 281 281 ആണ്. 400 × 281. 400-ന്ന് 281 പോയി കഴിഞ്ഞാൽ 10 1 പോയാൽ 9, 9 8 പോയാൽ 1, 3 2 പോയാൽ 1, 119. 2 0 ഇറക്കി കിട്ടും. ഇനി 11,900-ൽ എത്ര നമ്പർ പോകും നോക്കാം. അപ്പൊ 281-ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വന്നു? 282 വന്നു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 281-ന്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 ആഡ് ചെയ്തപ്പോ 282 വന്നു. ഈ 282-ന്റെ കൂടെ എത്ര നമ്പർ വെക്കുമ്പോഴാണ് 11,900-ന്റെ അടുത്ത നമ്പർ കിട്ടുക നോക്കുക. അപ്പൊ 282-ന്റെ കൂടെ 4 ഇട്ട് നോക്കുക. × 4 ചെയ്യുക. അപ്പൊ എത്ര? 4 × 4 16, 1 2 × 4 8 9, 8 × 4 എത്ര? 32, 3 2 × 4 8 8 3 11 വന്നു. 11,296 വന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും 282-ന്റെ കൂടെ ഇപ്പൊ 5 ഇട്ടോടെ. 282 5 ഇട്ട് കഴിഞ്ഞാൽ അത് × 5 ചെയ്താൽ 5 × 5 25, 2 ഇട്ട് 2 × 5 10 12, 1 5 × 8 40 41, 5 × 5 25, 2 2 × 5 10 12, 1 5 × 8 40 41, 4 2 × 5 എത്രയാ? 10 14,125 ആണ് വരിക. ഓക്കെ, അതായത് 2,825 ഇപ്പൊ 282 5 × 5 ചെയ്യണമെങ്കിൽ നമുക്ക് 2,825 × 5 ചെയ്ത് നോക്കാം. 5 × 5 എത്രയാണ്? 25 ആണ്. 2 × 5 10 10 + 2 12, 1 5 × 8 40 + 1 എത്രയാ? 41, 1 4 2 × 5 എത്രയാ? 10 + 40 14,125. നമുക്ക് ഇവിടെ 5 ആണെങ്കിൽ ഇടാം. ഓക്കെ ആണ് കേട്ടോ. അപ്പൊ അതേസമയം ഇപ്പൊ നമ്മൾ അടുത്ത് വിട്ട് നോക്കാം. 282 6 × 6 നമ്മൾ ചെയ്ത് നോക്കാം. അപ്പൊ 6 × 6 എത്രയാണ്? 36, 3 2 × 6 12 15, 1 8 × 6 എത്രയാണ്? 48 49, 4 2 × 6 എത്രയാണ്? 12 4 16 16,956. അപ്പൊ നമുക്ക് 6 ഇടുന്നത് ഓക്കെ ആണ്. മനസ്സിലായോ? ഞാൻ 4 ഇടണമെന്നില്ല. തൊട്ടടുത്ത നമ്പർ നമുക്ക് വേണ്ടത്. കാരണം 11,000 ഇല്ല, തെറ്റാണ് കേട്ടോ. കാരണം ഇത് രണ്ടും തെറ്റാണ്. കാരണം 2,825 × 5 ചെയ്യുമ്പോൾ 14,125 വരിക. അപ്പൊ നമുക്ക് എന്താ എടുക്കാൻ പറ്റൂല. 11,900 അടുത്ത നമ്പർ അല്ലേ വേണ്ടത്. മനസ്സിലായോ? അപ്പൊ 11,900 പറയുമ്പോ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള നമ്പറാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എടുക്കാൻ പറ്റില്ല, തെറ്റാണ്. ഇതും എടുക്കാൻ പറ്റില്ല. 282-ന്റെ കൂടെ 6 ചെയ്യുമ്പോൾ 16,956 വരിക. അപ്പൊ നമ്മള് 5 എടുക്കാനും പറ്റുമോ? 14,125 അതും പറ്റൂല. അപ്പൊ എത്ര വരിക? 4 പറ്റുള്ളൂ. 11,796. അപ്പൊ
11,900 അടുത്ത നമ്പർ 11,296 252 കൂടെ 4 ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് എത്ര കിട്ടി? 11,900 നിന്ന് 11,296 ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര വരിക? 642. 16 പോയ 4, പിന്നെ 9 പോയ 0, പിന്നെ നോക്കാം 8 2 പോയ 6. ഇപ്പൊ നമ്മൾ 2 0 ആക്കി എഴുതി. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് 2ന്റെ റൂട്ട്, 10ന്റെ റൂട്ട്, 8ന്റെ റൂട്ട് ക്ലിയർ ആയോ? ഓക്കെ, ഇനി റൂട്ട് കാണുമ്പോൾ തനിയെ ചെയ്തോളൂല്ലോ അല്ലെ? അനീഷ പറഞ്ഞ പോലെ ഞാൻ 10.25 ഒറ്റ റൂട്ട് മാത്രം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിപ്പം അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. റൂട്ടിൽ നിങ്ങൾ ചെയ്യുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ 2-3 പേര് എനിക്ക് ഡൗട്ടിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച എന്നോട് ഡൗട്ട് ചോദിക്കണം, ഞാൻ ഇന്നും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ല. സോറി, എനിക്ക് കോളേജിലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബിസി ആയിരുന്നു. നാളെ സാറ്റർഡേ സൺഡേ ലീവ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അല്ലാതെ ഡൗട്ട് കണ്ടിട്ട് റിപ്ലൈ തരാതെ അല്ല. ഞാനിവിടെ കോയമ്പത്തൂരാണ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന രത്തിന കോളേജില്. ഇപ്പൊ മോർണിംഗ് നമ്മൾ 6:50 പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ ഈവനിങ് ഒരു 7:50 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വീടെത്തുക. അതുകൊണ്ട് എനിക്ക് ക്ലാസ്സിന് നിൽക്കുക. അപ്പം അതുകൊണ്ടാണ് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വൈകിപ്പോയെ. ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ട് റിപ്ലൈ തരാതിരുന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ വീണ്ടും ഈ ക്ലാസ് കഴിഞ്ഞിട്ടുടനെ തന്നെ എന്നോട് ഒന്നുകൂടെ ഡൗട്ട് ചോദിച്ച് ക്വസ്റ്റ്യൻ ഇട്ടോളൂ. ക്ലിയർ ചെയ്ത് തരാത്തവർ കുറെ പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെയ്ത് തരാത്തവർക്ക് എനിക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഇട്ട് വെച്ചോളൂ. ഞാൻ ഇത് നാളേക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നാളെ വൈകിട്ടിനുള്ളിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പം ഞാനിപ്പോ പറഞ്ഞു തന്ന റൂട്ട് ഇപ്പോ 10, 2, 8 മാത്രമേ നിങ്ങളെ പഠിപ്പിച്ചത്. ഇതേപോലെ കുറെ നമ്പേഴ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾ കുറെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിയിട്ട് വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. അതിന് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ ചെയ്യാനുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പൊ നമ്മള് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ കൈ സ്ക്വയർ ഇത് നമ്മൾ ഉണ്ടല്ലോ, ഇത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ജസ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുക? എക്സ് സ്ക്വയർ എന്നാണ്. പക്ഷെ ഇതിന് നമ്മളിപ്പോ എന്താ റീഡ് ചെയ്യാന്ന് വെച്ചാല് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു ടൈപ്പ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിലാണ് യൂസ് ചെയ്യുക ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇറ്റ് ഷോസ് ഹൗ മച്ച് ഒബ്സർവ് ഡാറ്റ ഡിഫർ ഫ്രം എക്സ്. അപ്പൊ ഇതിലൂടെ എന്താ ഷോ ചെയ്യണേ പറഞ്ഞാല് എത്രത്തോളം ആണ് ഡാറ്റ വന്നിട്ട് ഡിഫർ ആയിരിക്കുന്നത്. ഒബ്സർവ് ഡാറ്റ പറയുമ്പോൾ ഇപ്പൊ ആക്ച്വൽ ഡാറ്റ നമുക്ക് 2, 4, 8, 10 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഡാറ്റ 3, 6, 9, 12. അപ്പൊ ഉദ്ദേശിക്കുന്നത് ഒബ്സർവ് ഡാറ്റയാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്ടഡ് ഡാറ്റയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ടൈപ്പ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യണം ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൂടെ നമ്മൾ എന്തൊക്കെയാണ് ഷോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഈ ഒബ്സർവ്ഡ് ഡാറ്റയും എക്സ്പെക്ടഡ് ഡാറ്റയും തമ്മിലുള്ള എന്താണ് ഡിഫറെന്റ് ആവുന്നത്, എത്രത്തോളം വ്യത്യാസം ആവുന്നുണ്ട് എന്ന് നോക്കാനാണ്. ഓക്കെ, അപ്പൊ ഒരു ഗിവൺ ഹൈപ്പോത്തീസിസിൽ ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ട് എന്തായിരുന്നു 2 ഹൈപ്പോത്തീസിസ് ഉണ്ട്, H0, H1 എന്ന്. H0 എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നൾ ഹൈപ്പോത്തീസിസ് ആണ്. അതേപോലെ തന്നെ H1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൈ സ്ക്വയർ ടെസ്റ്റിലെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ചെയ്യാനാണ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗുഡ്നെസ് പറയുമ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, അത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാൻ പറ്റും. അതിനെ ഉദ്ദേശിക്കുന്നത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, അത് ഫിറ്റ് ആയിട്ടുണ്ടോ, അതിന്റെയൊക്കെ അത് കറക്റ്റ്നെസ് വന്നിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ്. ഇപ്പൊ കൈ സ്ക്വയർ ടെസ്റ്റ് പറയുമ്പോൾ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ ആ വേരിയബിൾസിന്റെ ഇത് ചെക്ക് ചെയ്യാൻ, അതേപോലെ ഹോമോജിനിറ്റി എന്ന് പറയുമ്പോൾ ഈക്വാളിറ്റി വന്നിട്ട് ചെക്ക് ചെയ്യാൻ, എങ്ങനെയൊക്കെയാണ് സെയിം ആയിരിക്കണേ അത്.
അപ്പൊ കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആയിരുന്നു ഈ ഡി എക്സ് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു ടൈപ്പ് ആണ്. എവിടെ നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സിലാണ് യൂസ് ചെയ്യുക, ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റഗറി ഡാറ്റയെ കുറിച്ച്. അപ്പൊ ഇതിലൂടെ എന്താ ഷോ ചെയ്യണേ പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഡാറ്റയും എക്സ്പെക്റ്റഡ് ഡാറ്റയും എത്ര ഡിഫർ ആവുന്നുണ്ട് അതാണ് ഷോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ O എന്ന് പറഞ്ഞ ഒബ്സർവ്ഡ് ഡാറ്റയും കൊടുത്തിട്ടുണ്ട്, E എന്ന് പറഞ്ഞ എക്സ്പെക്റ്റഡ് ഡാറ്റയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇത് ഞാൻ ഒരു എക്സാമ്പിൾ ആയി ഇട്ടതാണ്. നമ്മളിത് ഒബ്സർവ് ചെയ്ത ഡാറ്റയും ഇത് എക്സ്പെക്റ്റഡ്, അപ്പൊ രണ്ടും തമ്മിൽ എത്ര ഡിഫർ ആവണമെന്ന് എന്നുള്ള ഉദ്ദേശിക്കണം. അപ്പൊ കൈസ്ക്വയർ ടെസ്റ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ചെക്ക് ചെയ്യാൻ, ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ, ഇതിനൊക്കെയാണ് ഹോമോജനിറ്റി ടെസ്റ്റ് ഇതിനൊക്കെയാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം. നോൺ നെഗറ്റീവ് വാല്യൂസ് എന്ന് വെച്ചാൽ കൈസ്ക്വയറിൽ എപ്പോഴും ഒന്നില്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഇത് ബേസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് സ്ക്വയർഡ് ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോൺ നെഗറ്റീവ് വാല്യൂ അങ്ങനെയല്ല ഉണ്ടാവുക, ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്ത റൈറ്റ് സ്ക്യൂഡ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് അസിമെട്രിക്കൽ ആണ്. സിമെട്രിക്കൽ പറഞ്ഞ ഷേപ്പ് ഉണ്ടാവും, അപ്പൊ അസിമെട്രിക്കൽ ആണ്, കറക്റ്റ് ഷേപ്പ് ഉണ്ടാവില്ല. കാരണം ഇത് റൈറ്റിലായിരിക്കും സ്ക്യൂഡ് ആയിട്ട് ഉണ്ടാവുക. കാരണം ഡിഗ്രി ഓഫ് ഫ്രീഡം പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പോലെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് കാണാൻ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മോർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാമ്പിൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് അതായത് അങ്ങനെ ഉണ്ടാവില്ല, കുറവായിരിക്കുന്ന ഉദ്ദേശിക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം ഉദ്ദേശിക്കുന്നത് കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ ബേസ് ചെയ്തിട്ടാണ് കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമുക്ക് എത്ര വേരിയബിൾസ് ആണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഷേപ്പ് നമ്മൾ നോക്കുക. അതായത് കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഷേപ്പ് നോക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഷേപ്പ് ഓഫ് ദ കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണേ പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം അതിന്റെ നമ്പർ വന്നിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ആക്ച്വലി എത്ര നമ്പർ ഓഫ് കാറ്റഗറീസ് ആണ്, എത്ര വേരിയബിൾസ് ആണ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യാം. അതാണ് വിച്ച് ഈസ് യൂഷ്വലി റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് കാറ്റഗറീസ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയണത്. ഓക്കെ, അടുത്താണ് യൂസ്ഡ് ഫോർ കാറ്റഗറികൾ ഡാറ്റ എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഡാറ്റ ഫ്രീക്വൻസിയിലാണെങ്കിൽ, അതായത് കൗണ്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഷർമെന്റോ അങ്ങനെ ഒന്നും അല്ല, അതായത് വെയിറ്റോ ഹൈറ്റോ ഒന്നും അല്ല. അതായത് ഈ ഡാറ്റ യൂസ് ചെയ്യുന്നത് ഡാറ്റ ഫ്രീക്വൻസിയിലാണ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് കാറ്റഗറി ഡാറ്റ വന്നിട്ട് യൂസ് ചെയ്യുക. ഇനി ആഡിറ്റിവിറ്റി പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പം രണ്ട് ഇൻഡിപെൻഡന്റ് സ്ക്വയർ വേരിയബിൾ ഇപ്പോൾ കൈസ്ക്വയർ വേരിയബിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവും കേട്ടോ. അതായത് ഇപ്പൊ കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ നമ്മളിവിടെ എന്താ ഉദ്ദേശിക്കണേ പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഉണ്ടാവും, എക്സ്പെക്റ്റഡ് ഉണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കണേ. മനസ്സിലായോ? ഇപ്പൊ ഒബ്സർവ്ഡിൽ ഇപ്പൊ 1 2 5 3 5 എന്നാണ്, ഇപ്പൊ എക്സ്പെക്റ്റഡിൽ 6 8 9 12 എന്നാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? ഇപ്പൊ n-1 ആണ് ഫോർമുല, അപ്പൊ 5-1 ആണ് ഇപ്പൊ 4 എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഇഫ് യു ആഡ് രണ്ട് ഇൻഡിപെൻഡന്റ് കൈസ്ക്വയർ വേരിയബിൾസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫീച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നോൺ നെഗറ്റീവ് വാല്യൂസ് ആണ്. കൈസ്ക്വയറിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0ക്ക് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും. റൈറ്റ് സ്ക്യൂഡ് ആണ്. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അസിമെട്രിക്കൽ ആണ്. അതേപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അതിനേക്കാളും ആയിരിക്കും എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനേക്കാളും ആയിരിക്കും ഷേപ്പ് വരിക. ഡിഗ്രി ഓഫ് ഫ്രീഡം ഉദ്ദേശിക്കുന്നത് കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആ നമ്പർ ഓഫ് സാമ്പിൾസ്, നമ്പർ ഓഫ് സൈസ്, വേരിയബിൾസ് നോക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് വിച്ച് ഈസ് യൂഷ്വലി റിലേറ്റഡ് ടു നമ്പർ ഓഫ് കാറ്റഗറീസ് ഓഫ് വേരിയബിൾസ്. എത്ര കാറ്റഗറീസ് ആണ് വേരിയബിൾസ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഉദ്ദേശിക്കണം. ഈ യൂസ്ഡ് ഫോർ കാറ്റഗറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഡാറ്റ ഫ്രീക്വൻസിയിലാണ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റില്ല കൗണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. ഇനി ആഡിറ്റിവിറ്റി പ്രോപ്പർട്ടി. അപ്പൊ ഇതൊക്കെയാണ് എന്താ ഫീച്ചേഴ്സ് ഓഫ് കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ് ഓഫ് കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻസ്? ആർ നോൺ നെഗറ്റീവ് വാല്യൂസ്, റൈറ്റ് സ്ക്യൂഡ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, യൂസ്ഡ് ഫോർ കാറ്റഗറിക്കൽ ഡാറ്റ, ആഡിറ്റിവിറ്റി പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അടുത്താണ് വൺ ടൈൽ ടെസ്റ്റ് ആണ്. കൈസ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് റൈറ്റ് ടൈൽഡ് ആണ്. കാരണം കൈസ്ക്വയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രേറ്റ് വ്യത്യാസമാണ് ഉണ്ടാവുക എക്സ്പെക്ട്, അതായത് ഒബ്സർവ് ഡാറ്റയും എക്സ്പെക്ട് ഡാറ്റയും വലിയ വ്യത്യാസം ഉണ്ടാവുക. അതാണ് ഉദ്ദേശിക്കുന്നത് റൈറ്റ് സ്ക്യൂഡ് ആവാനുള്ള, റൈറ്റ് ടൈൽഡ് ആവാനുള്ള കാരണം. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒബ്സർവ് ഡാറ്റയും തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൂടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതിന് ഇൻഡിപെൻഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉദ്ദേശിക്കുന്നത്. ഇനി കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ നമ്മളിപ്പോ പറഞ്ഞു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ കൈസ്ക്വയർ കാണാനുള്ള ഫോർമുല എന്താ? കൈസ്ക്വയർ ഈക്വൽ ടു സിഗ്മ, ഇതിനെ നമ്മൾ എന്താ റീഡ് ചെയ്യാന്ന് അറിയാം, സിഗ്മ എന്നാണ് കേട്ടോ. സിഗ്മ
O മൈനസ് ഇ ഹോൾ സ്ക്വയർ ബൈ ഇ. O എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആണ്. ഇ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണ്. ഡി എഫ് എന്ന് എന്താ? ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഫോർമുല എന്താണ്? n-1. അപ്പൊ കൈ സ്ക്വയർ ടെസ്റ്റിന്റെ ഫോർമുല എന്തായിരുന്നു? കൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ബൈ ഇ ആണ് ഫസ്റ്റ് തിങ്. O എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? O എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആണ്. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഫോർമുല n-1 ആണ്. മനസ്സിലായോ? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാറ്റഗറീസ് ആണ്. ഇത് ഫുള്ള് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് പ്രോബ്ലത്തോട്ട് കടക്കാം. അപ്പൊ ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കണ്ടേ പറഞ്ഞാൽ നമുക്ക് കൈ സ്ക്വയർ കാണാനുള്ള ഫോർമുല സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ബൈ ഇ ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഫോർമുല n-1 ആണ്. O എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആണ്. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാറ്റഗറീസ് ആണ്. ഇപ്പൊ കൈ സ്ക്വയർ എന്താണ്, അതിന്റെ ഫോർമുല എന്താണ്? ക്ലിയർ ആയോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റിൽ ഒന്ന് ഇട്ടേക്കണേ. അപ്പൊ നമുക്ക് പ്രോബ്ലത്തോട്ട് കിടക്കാം. അപ്പൊ ഇവിടുത്തെ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് എ ഡൈ ഈസ് ത്രോൺ 60 ടൈം. ഒരു ഡൈ വന്നിട്ട് 60 ടൈം വന്നിട്ട് ത്രോൺ ചെയ്തു. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഫോർ ദ 6 ഫേസ് ആണ്. അപ്പൊ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇവിടെ ഫേസ് 1 2 3 4 5 6 തന്നിട്ടുണ്ട്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി 8 9 10 11 12 10 തന്നിട്ടുണ്ട്. അപ്പൊ ചെക്ക് ചെയ്യണം ഡൈ വന്നിട്ട് കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഡൈ ഫയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഹൈപ്പോത്തിസിസ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുക പറഞ്ഞാൽ H0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. H0 എന്ന് ഉദ്ദേശിക്കുന്നത് H0ന്റെ പേരാണ്. എന്താ നമ്മൾ H0 ഡിനോട്ട് ചെയ്യണ? നൾ ഹൈപ്പോത്തിസിസ് എന്നാണ് ഡിനോട്ട് ചെയ്യണേ. മനസ്സിലാക്കിക്കോ. H1 എന്താ ഡിനോട്ട് ചെയ്യണേ പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ് എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കണത് H0 പറഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് ആണ്. H1 പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആണ്. H1 പറയുമ്പോൾ ഡൈ ഫെയർ ആണ്. എല്ലാ കേസിനും ഈക്വൽ പ്രോബിലിറ്റി ആണ്. H1 പറയുമ്പോൾ എന്താണ്? ഡൈ ഫെയറേ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചെക്ക് ഇഫ് ദ ഡൈ ഈസ് ഫെയർ. ഡൈ വന്നിട്ട് ഫെയർ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കറക്റ്റ് ആണോ? അപ്പൊ ഡൈ ഫെയർ ആണെന്ന് നൾ ഹൈപ്പോത്തിസിസ് കൊടുത്തു. ഡൈ ഫെയർ അല്ലാതെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് കൊടുത്തു. അപ്പൊ ഒന്ന് പോസിറ്റീവ് ആയിട്ട് കൊടുക്കണം. അത് നൾ ഹൈപ്പോത്തിസിസ് H0 പോസിറ്റീവ് ആയിട്ട് കൊടുക്കണം. ഒന്ന് നെഗറ്റീവ് ആയിട്ട് കൊടുക്കണം H1. അപ്പൊ H0 നൾ ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് രണ്ട് തരം ഉണ്ട്. ഒന്ന് നൾ ഹൈപ്പോത്തിസിസ് ഉണ്ട്, ഒന്ന് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ഉണ്ട്. അപ്പൊ H0 നൾ ഹൈപ്പോത്തിസിസും H1 ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും ആണ്. ഇനി അടുത്തപ്പോ സ്റ്റെപ്പ് 1 നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാനാണ് നമ്മുടെ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 നമ്മൾ എന്താ ചെയ്തേ പറഞ്ഞാൽ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ സീരീസ് ഇപ്പൊ ഡേ ഫെയർ ആണ്. എക്സ്പെക്ടഡ് ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ കാണാൻ പറഞ്ഞാൽ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്താണ് ഇ. അപ്പൊ ഈ കാണാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരുന്നു? O മൈനസ് ഇ ഹോൾ സ്ക്വയർ ബൈ ഇ ആണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കാം. ഈ ഇപ്പൊ നമുക്ക് മൊത്തം എത്ര കിട്ടിയിട്ടുണ്ട്? 60 കിട്ടിയിട്ടുണ്ട്. 60 എങ്ങനെയാ പറഞ്ഞാല് 8 + 9 + 10. 8 + 9 എത്രയാണ്? 17 ആണ്. 17 + 10 എത്ര? 27. 27 + 11 എത്രയാണ്? 38. 38 + 12 എത്രയാണ്? 38 + 12 50. 50 + 10 എത്രയാണ്? 60. അപ്പൊ ഒബ്സർവ്ഡിന്റെ ടോട്ടൽ ആണ് ഈ 60 എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പെക്ടഡിന്റെ ടോട്ടൽ ആണ്. ഇപ്പൊ ഫേസ് ആണ് 1 2 3 4 5 6. അപ്പൊ ടോട്ടൽ വന്നിരിക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈന്ന് എക്സ്പെക്ടഡ് 60/6 എന്ന് പറയുന്നത് എത്ര കിട്ടി? 6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? 1 ആണെന്ന് അറിയാം. അപ്പൊ 10 കിട്ടിയ ആൻസർ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഈ ചെയ്തപ്പോ നമുക്ക് എങ്ങനെയാ പറഞ്ഞാൽ ഒബ്സർവ്ഡിന്റെ ടോട്ടൽ ആണ് നമുക്ക് എത്ര കിട്ടിയിരിക്കണം? 60 കിട്ടിയിരിക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമുക്കറിയാം നമ്മൾ ഇനി അടുത്ത് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പൊ സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ഹൈപ്പോത്തിസിസ് നമ്മൾ സെറ്റ് ചെയ്തതായിരുന്നു സ്റ്റെപ്പ് 1. രണ്ട് ഹൈപ്പോത്തിസിസ് ഉണ്ട്. നൾ ഹൈപ്പോത്തിസിസിൽ ഡൈ ഫെയർ ആണെന്ന് സെറ്റ് ചെയ്തു. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ഡൈ ഫെയർ അല്ലാന്ന് സെറ്റ് ചെയ്തു. സ്റ്റെപ്പ് 2 എക്സ്പെക്ടഡ് ഫ്രീക്വൻസി നമ്മൾ ചെക്ക് ചെയ്യണം. ഡൈ ഫെയർ ആണെങ്കിൽ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ കാണാമെന്ന് നോക്കണം. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 60 വന്നു. 60/6 ചെയ്തപ്പോൾ 10 വന്നു. ഇനി ഫോർമുലയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഫോർമുലയായിട്ട് അപ്ലൈ ചെയ്യുക? കൈ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ബൈ ഇ ആണ്. അപ്പൊ O എന്ന് പറയുമ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമുക്ക് ഇവിടെ വൃത്തിയായിട്ട് അറിയാം. എന്താണ്? 8 ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ? 8 - 10 എന്ന് വന്നു. ഫസ്റ്റത്തെ നമുക്ക് എങ്ങനെ വന്നത്? 8 - 10. ഒബ്സർവ്ഡ് ഇപ്പൊ എക്സ്പെക്ടഡ് എത്രയാണ്? നമ്മൾ എക്സ്പെക്ടഡ് ഈ ആണ് എക്സ്പെക്ടഡ്. അപ്പോൾ 8 - 10 ഹോൾ സ്ക്വയർ ബൈ 10. മനസ്സിലായോ? ഇനി അടുത്ത ഒബ്സർവ്ഡ് എത്രയാണ്? 9 ആണ്. അപ്പൊ ഓരോന്ന് നമ്മൾ ചെയ്താ 8 9 10 11 12 10. അപ്പൊ ഓരോന്ന് നമ്മൾ ചെയ്യുക. അപ്പൊ എങ്ങനെ കാണാം? 8 - 10 ഹോൾ സ്ക്വയർ ബൈ 10 ചെയ്തു. 9 - 10 ഹോൾ സ്ക്വയർ ബൈ 10 ചെയ്തു. അപ്പൊ O മൈനസ് ഇ ഹോൾ ഓരോന്നും ചെയ്യാം. ഈ എങ്ങനെ 10 കേട്ടോ. 10 - 10 ഹോൾ സ്ക്വയർ ബൈ 10 പ്ലസ് 11 - 10 ഹോൾ സ്ക്വയർ ബൈ 10 12 - 10 ഹോൾ സ്ക്വയർ ബൈ 10 10 - 10 ഹോൾ സ്ക്വയർ ബൈ 10 ഓരോന്നും ചെയ്യാം. 8 10 പോയ 2 ആണ്. 2ന്റെ ഹോൾ സ്ക്വയർ ബൈ 4. അപ്പൊ 2ന്റെ സ്ക്വയർ എത്ര? 4/10. 9 10 പോയ എത്രയാണ്? 1/10. പിന്നെ അടുത്തത് ചെയ്യാം. 10 - 10 0/10. അടുത്ത 11 - 10 എത്രയാണ്? 1/10. 12 - 10 എത്രയാണ്? അതായത് 2 സ്ക്വയർ 4/10. ഇനി അടുത്തൊരു 10 - 10 എത്രയാണ്? 0 ആണ്. അപ്പൊ 0/10. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുക. അപ്പൊ ചെയ്യുമ്പോൾ എന്താണ്? 4 + 1 എത്രയാണ്? 5 5 + 1 എത്രയാണ്? 6 6 + 4 എത്രയാണ്? 10.
10/10 പറയുമ്പോൾ എത്രയാണ് 1 ആണ്. മനസ്സിലായി? അപ്പം 1 കിട്ടി. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഫോർമുല എന്താ? ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ n-1 ആണ്. n എന്ന് പറയുമ്പോൾ അറിയാം 1 2 3 4 5 6 ആണെന്ന്. കാരണം ഇവിടെ 6 എണ്ണമുള്ള തന്നിട്ടുള്ളത്. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് എത്ര കിട്ടി? n 6 - 1 5 ചെയ്തു. അപ്പൊ chi-square ടേബിളിൽ നമുക്ക് അറിയാം 5% സിഗ്നിഫിക്കൻസ് ലെവൽ ആണെന്ന് അറിയാം. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡൈ ത്രോൺ ചെയ്തിട്ട് പറയാം ഒന്നും തന്നിട്ടില്ല, chi-squareൽ ഇപ്പോൾ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 5% ആണ് സിഗ്നിഫിക്കൻസ് ലെവലിന് ഒരു അസംഷനിൽ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ പ്രൊമോട്ട് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 2 ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ chi-squareൽ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റർ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 11.07 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമുക്ക് chi-square എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഉദ്ദേശിക്കുന്നത് കാൽക്കുലേറ്റർ വാല്യൂ 1 ആണ്, ടേബിൾ വാല്യൂ ആണ് 11.07. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ, കാൽക്കുലേറ്റഡ് വാല്യൂ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? അതായത് O - E ഹോൾ സ്ക്വയർ ബൈ E ചെയ്തപ്പോൾ നമ്മുടെ ആൻസർ 1 കിട്ടി. അപ്പൊ കാൽക്കുലേറ്റർ ടേബിൾ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 11.07 ആണ്. അപ്പൊ കാൽക്കുലേറ്റർ വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും കുറവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഹൈപ്പോത്തീസിസ് വന്നാൽ നമുക്ക് കാൽക്കുലേറ്റർ വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂടെ ഹൈപ്പോത്തീസിസ് അക്സെപ്റ്റ് ആണ് ചെയ്യുക. നമ്മൾ നൾ ഹൈപ്പോത്തീസിസ് എന്ത് ചെയ്യില്ല? റിജക്ട് ചെയ്യില്ല. ഓക്കെ. അപ്പൊ ഡൈ എന്ന് പറയുന്നത് എന്താ നമ്മൾ നോക്കുക? ഫെയർ ആണ് കൺസിഡർ ചെയ്യുക. കാരണം നമ്മൾ ഹൈപ്പോത്തീസിസ് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഹൈപ്പോത്തീസിസ് നൾ ഹൈപ്പോത്തീസിസ് ആണ് അക്സെപ്റ്റ് ചെയ്യുക. കാരണം കാൽക്കുലേറ്റർ വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ ഹൈപ്പോത്തീസിസ് അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ഡൈ ഈസ് എന്താണ്? ഡൈ ഫെയർ ആണ്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈ ക്യാൻ ബി കൺസിഡർഡ് ഫെയർ എന്ന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫേസും ഒബ്സർവ്ഡും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തീസിസ് H0 നൾ ഹൈപ്പോത്തീസിസ് H1 ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യുക. അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത് നമ്മുടെ ഫോർമുല ചെയ്യുക. O - E ഹോൾ സ്ക്വയർ ബൈ E ചെയ്യുക. അതിനുശേഷം ഡിഗ്രി ഓഫ് ഫ്രീഡം ചെയ്യുക. പിന്നെ ടേബിൾ വാല്യൂയിൽ ഇപ്പൊ 11.70 എങ്ങനെയാ 11.07 എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടേബിൾ വാല്യൂ ബുക്കിൽ chi-square എന്നുള്ള ടേബിൾ ഉണ്ടാകും. അതില് 5 എടുത്തിരിക്കുകയാണ് 5% ലെവൽ. ഇപ്പൊ നമ്മുടെ ടേബിൾ വാല്യൂ ബുക്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി ടെസ്റ്റ് പറഞ്ഞ പോലെ chi-square ടെസ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ടാകും. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഇപ്പൊ നമുക്ക് 6 കിട്ടിയിട്ട് 6ൽ 5% ലെവൽ സിഗ്നിഫിക്കൻസ് ഏതാ നോക്കിയിട്ടാണ് നമ്മുടെ ടേബിൾ വാല്യൂ എത്ര കിട്ടുക? നമുക്ക് ഇവിടെ ടേബിൾ വാല്യൂ 11.707 കിട്ടുക. അപ്പൊ നോക്കിയെടുത്തോളം നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ. ആക്ച്വലി നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ടേബിൾ വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് PSC എക്സാമിനൊക്കെ. കാരണം നിങ്ങൾക്ക് ടേബിൾ വാല്യൂ വേണമല്ലോ. വേറെ എന്തെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ നോക്കിയെടുത്തോളം ഇല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാവേ. ഇപ്പൊ നിങ്ങൾക്ക് ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യാന്, അതേപോലെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാന് chi-square ഫോർമുല എന്ന് പറയുന്നത് O - E ഹോൾ സ്ക്വയർ ബൈ E, അത് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇപ്പൊ അതൊക്കെ മനസ്സിലായോ? chi-square ടെസ്റ്റ് എന്താണ്? അതിന്റെ പ്രോബ്ലം ക്ലിയർ ആയോ? ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റിൽ ഇട്ടോളൂ കേട്ടോ. ഓക്കെ. അതുകൊണ്ട് തന്നെ ക്ലിയർ ചെയ്യാം. അപ്പൊ ഇനി ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം chi-squareന്റെ. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ക്ലിയർ ആകും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് chi-squareൽ ഇപ്പൊ നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് നമ്മൾ നോക്കാം. അപ്പൊ ഒരു കോയിൻ വന്നിട്ട് 100 ടൈംസ് വന്നിട്ട് നമ്മൾ ടോസ് ചെയ്തു. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹെഡ് 58 ആണ്, ടെയിൽ 42 ആണ്. അപ്പൊ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? കോയിന് 100 ടൈം ഇട്ട് ടോസ് ചെയ്ത് കഴിഞ്ഞു. ഹെഡ് 58 വട്ടവും ടെയിൽ 42 വട്ടമാണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം വെദർ കോയിൻ ഈസ് ഫെയർ, കോയിൻ ഫെയർ ആണോ എന്ന് chi-square ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. 5% സിഗ്നിഫിക്കൻസ് ലെവലാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് 1 നമുക്കറിയാം. chi-square ടെസ്റ്റിൽ നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യണത് നമുക്കറിയാം. അപ്പൊ H0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം? നൾ ഹൈപ്പോത്തീസിസ് ആണ്. H1 എന്താ? ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസ് ആണ്. H0 നമ്മൾ എന്ത് കൊടുത്തു? ഞാൻ പറഞ്ഞിട്ട് പോസിറ്റീവ് കൊടുക്കുന്നത് കോയിൻ ഫെയർ ആണ് കൊടുത്തു. അപ്പൊ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിൽ എന്താ കൊടുക്കുക? കോയിൻ ഫെയർ അല്ല, കോയിൻ ഇസ് നോട്ട് ഫെയർ എന്ന് കൊടുത്തു. അപ്പൊ കോയിൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരിക? ഹെഡും വരും ടെയിലും വരും. അത് ഈക്വൽ ആയിട്ടായിരിക്കും വരിക. മനസ്സിലായോ? അപ്പൊ chi-square ടെസ്റ്റിൽ വന്നിട്ട് നമ്മുടെ സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ H0 എന്ന് വെച്ചാൽ നൾ ഹൈപ്പോത്തീസിസ് ആണ്. H1 എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസ് ആണ്. നൾ ഹൈപ്പോത്തീസിസ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് കോയിൻ ഫെയർ ആണ് ചെക്ക് ചെയ്തു. ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്തു. H1 പറയുന്നത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസ് ആണ്, കോയിൻ ഫെയർ അല്ലാതെ നമ്മൾ നോട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണ്. അപ്പൊ കോയിൻ ഫെയർ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തിരിക്കണേ? അപ്പൊ 100 ടൈംസ് നമ്മൾ എന്ത് ചെയ്തു? കോയിൻ വന്നിട്ട് ടോസ് ചെയ്തു. അപ്പൊ എന്താണ്? നമുക്ക് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം 100 ടൈംസ് ആണ് ടോസ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 100
അപ്പൊ നമുക്കറിയാം കിട്ടാനുള്ള ചാൻസ് എന്താണെന്ന് അറിയില്ല. മൊത്തം എത്രയുണ്ട്? ഹെഡും ഉണ്ട് ടൈലും ഉണ്ട്. ഒരു കോയിന്റെ രണ്ട് സൈഡാണുള്ളത്, അതാണ് രണ്ട്. അപ്പൊ 100/2 = 50 ആണ്. ഹെഡ് കിട്ടാൻ 50, അപ്പൊ അടുത്ത ടൈല് 100/2 = 50 ആണ്. ഇതാണ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഉദ്ദേശിക്കണേ. മനസ്സിലായോ? കാരണം ഇവിടെ കോയിൻ 100 ടൈം ഇട്ടു, റിസൾട്ട് ഹെഡ് 58 ടൈല് 42. നമ്മള് കോയിൻ ഫെയർ ആണെന്ന് കൈസ്കോർ ടെസ്റ്റ് യൂസ് ചെയ്യണം 5% സിഗ്നിഫിക്കൻസ് ലെവൽ എന്നാണ് ഉദ്ദേശിക്കണേ. അപ്പൊ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. നമ്മുടെ ഫോർമുല എന്താണ്? കൈ സ്ക്വയർ. ഇതിന് നമ്മൾ വായിക്കുന്നത് എന്താണ്? കൈ സ്ക്വയർ. കൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ റീഡ് ചെയ്യുക സിഗ്മ O - E ഹോൾ സ്ക്വയർ ബൈ E. O എന്താ? ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആണ്. E എന്താ? എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം എന്താണ്? 58 42 ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? അടുത്ത് നമ്മൾ ഓരോന്നും ചെയ്യുക. 58 എന്ന് പറയുമ്പോൾ 58 മൈനസ് എത്രയാ? എക്സ്പെക്ടഡ് ഫ്രീക്വൻസി നമുക്ക് എത്ര? 50 അല്ല. 58 മൈനസ് 50 ഹോൾ സ്ക്വയർ ബൈ 50 പ്ലസ് എത്ര? O എന്ന് പറയുമ്പോൾ എത്ര? 42 അടുത്ത് കിട്ടിയിട്ടുള്ളത് അല്ലെ? കാരണം ഇവിടെ നമുക്ക് 58 42 അല്ല. അപ്പൊ 42 മൈനസ് 50 ഹോൾ സ്ക്വയർ ബൈ 50. അപ്പൊ 58 50 എത്ര? 8 സ്ക്വയർ ബൈ 50. 48 50 എത്ര? അപ്പോഴും 8 സ്ക്വയർ ആണ് 50. അപ്പൊ 8 കിട്ടിയിട്ട് എത്രയാണ്? 64/50 പ്ലസ് 64/50. അപ്പൊ 64 അപ്പൊ നമുക്ക് അറിയാം എത്രയാണ്? 128/50. അപ്പൊ രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 2.56 കിട്ടി. മനസ്സിലായോ? ഇനി അടുത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം പറയുമ്പോൾ ആകെ രണ്ടെണ്ണമാണ് തന്നിട്ടുള്ളത്, ഹെഡും ടൈലും. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 2 - 1. n - 1ന്റെ ഫോർമുല 2 - 1 ആണ് n. അപ്പൊ 2 - 1 = എത്രയാണ്? 1 എഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കൈ സ്ക്വയർ ടേബിൾ വാല്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുന്നത് 5% ലെവലാണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 ആണ്. നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 2.56 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ആദ്യം എത്രയാണ് നോക്കുക. കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ഇവിടെ ഒന്ന് നോക്കിയാൽ 2.56 ആണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പൊ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 2.56 എന്ന് എഴുതുക. പിന്നെ ടേബിൾ വാല്യൂ നമുക്ക് ഇപ്പൊ എത്രയാണെന്ന് അറിയാം. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 3.84 ആണെന്ന് അറിയാം. കാരണം നമ്മുടെ കൈ സ്ക്വയർ ടേബിളിലാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, അപ്പൊ കൈ സ്ക്വയർ ടെസ്റ്റിന് ഹെഡിങ് ഉണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണെന്നുണ്ടെങ്കിൽ 1ൽ നമ്മൾ ട്രൂ ടൈൽ ടെസ്റ്റ് നോക്കുന്ന സമയത്ത് 5% ലെവൽ നോക്കുമ്പോൾ എത്രയാണ്? 3.84 ആണ്. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? കാൽക്കുലേറ്റഡ് വാല്യൂ 2.56 ആണ്, ടേബിൾ വാല്യൂ 3.84 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂക്കാൾ കുറവാണ്. സിൻസ് ഇപ്പോൾ എന്താ കൺക്ലൂഷൻ നമ്മൾ എങ്ങനെ ചെയ്യുക? കൈ സ്ക്വയർ ഈക്വൽ ടു 2.56 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് 2.56 ആണല്ലോ കാൽക്കുലേറ്റഡ് വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 3.84 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ടേബിൾ. അപ്പൊ ഹൈപ്പോത്തീസിസ് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ കോയിൻ ഫെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല? റിജക്ട് ചെയ്യില്ല. ഫെയിൽ ടു റിജക്ട് ആണ് നമ്മൾ ഹൈപ്പോത്തീസിസ്. അപ്പോൾ എന്താണ് നമ്മുടെ ഹൈപ്പോത്തീസിസ് നമ്മൾ സെറ്റ് ചെയ്തത്? എന്താണ്? കോയിൻ ഫെയർ ആണെന്നാണ്. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം? നമ്മുടെ കോയിൻ കൺസിഡർ ചെയ്തത് ഫെയർ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? കൈ സ്ക്വയർ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്നപ്പോൾ എന്തൊക്കെ ചെയ്തത്? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് കോയിൻ 100 ടൈം ടോസ് ചെയ്തു, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹെഡ് 58 42 ടൈല്. അപ്പൊ നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കോയിൻ ഫെയർ ആണെന്ന് കണ്ടുപിടിക്കണം 5% സിഗ്നിഫിക്കൻസ് ലെവൽ വെച്ചിട്ട്. അപ്പൊ ആദ്യം സ്റ്റെപ്പ് 1 ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യുക, കോയിൻ ഫെയർ ആണെന്ന്. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസ് കോയിൻ ഫെയർ അല്ലാന്നും. അപ്പോൾ നൾ ഹൈപ്പോത്തീസിസിൽ പോസിറ്റീവ് ആയിട്ടും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസ് നെഗറ്റീവ് ആയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മൾ ടോട്ടൽ ഒബ്സർവ്ഡ് ബൈ എക്സ്പെക്ടഡ് ആണല്ലോ, അത് നോക്കുക. അപ്പൊ അടുത്ത് നമ്മൾ ഷോർട്ട് കട്ട് ഫോർമുല നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക? എന്തായിരുന്നു നമ്മുടെ കൈ സ്ക്വയർ ടെസ്റ്റിന്റെ ഫോർമുല? O - E ഹോൾ സ്ക്വയർ ബൈ E ആണ്. അത് നമ്മൾ ചെയ്തു. ഡിഗ്രി ഓഫ് ഫ്രീഡം n - 1 ആണ്. ടോട്ടൽ 2 തന്നിട്ടുള്ളൂ, അത് ചെയ്യുക. 5% സിഗ്നിഫിക്കൻസ് ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂ കൂടെ കമ്പയർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കൈ സ്ക്വയർ മെത്തേഡ് എന്താണ്, കൈ സ്ക്വയർ അതിന്റെ ഫോർമുല എന്താണ്, രണ്ട് പ്രോബ്ലം ക്ലിയർ ആയോ? ഇപ്പൊ ഇന്നെടുത്ത ക്ലാസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനും റൂട്ട് കാൽക്കുലേഷനും ആണ്. അത് രണ്ടും ക്ലിയർ ആയോ? നെക്സ്റ്റ് മൺഡേയിൽ ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ വരുന്ന മൺഡേയിൽ എന്താ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ 10.25ന്റെ റൂട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരും. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ റൂട്ട് കാൽക്കുലേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ നാളെ നിങ്ങളിപ്പോ സൺഡേ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്നലെ എടുത്ത ക്ലാസ് ഉണ്ടല്ലോ, അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും നമുക്ക് മോക്ക് ടെസ്റ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആൻസർ ഉണ്ടാവുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സും വൃത്തിയായി പഠിക്കുക. അതേപോലെ റൂട്ടിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ഇട്ട് തരാം, അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു 3-4 റൂട്ടിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ആഡ് ചെയ്യുക. അപ്പൊ അത് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങളൊന്ന് ആൻസർ ഇടാൻ. ഓക്കെ, അനീഷ എന്താ ചോദിച്ചിരിക്കണേ? നൾ ഹൈപ്പോത്തീസിസ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, റിജക്ട് ചെയ്യാവുന്നതും. അതായത് ഇപ്പൊ നമ്മൾക്കിപ്പോ കിട്ടിയ ആൻസർ അനീഷ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നൾ ഹൈപ്പോത്തീസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ എന്താണ് ഫെയർ ആണെന്നുള്ള ആൻസർ വന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ
നമ്മൾ എന്ത് ഹൈപ്പോത്തീസിസ് റിജക്ട് ചെയ്യണം. അതായത് നൾ ഹൈപ്പോത്തീസിനെ നമ്മൾ റിജക്ട് ചെയ്യാണ്. ഇപ്പൊ ടേബിൾ 1 കുറവാണെന്നുണ്ടെങ്കിൽ നൾ ഹൈപ്പോത്തീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ നൾ ഹൈപ്പോത്തീസിനെ അക്സെപ്റ്റ് ചെയ്യണതും റിജക്ട് നൾ ഹൈപ്പോത്തീസിനാണ്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആയോ? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന് അതേപോലെ തന്നെ റൂട്ടിന്റെ കാൽക്കുലേഷൻ ക്ലിയർ ആയോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ എടുത്ത ക്ലാസ്, അതേപോലെ ഇന്നത്തെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ റൂട്ട് നോക്കുക, അതേപോലെ ഇന്നലെ എടുത്ത ക്ലാസ് നോക്കുക. ഇന്നലെ എടുത്ത് നമുക്ക് എഫ് ഡിസ്ട്രിബ്യൂഷൻ ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ആകെ ഇപ്രാവശ്യത്തെ മോക്ക് ടെസ്റ്റിന് വരുന്ന എഫും ടിയും നമ്മുടെ കൈ സ്ക്വയർ റൂട്ട് കാൽക്കുലേഷൻ ആയിരിക്കും വരിക. അത് വൃത്തിയായി നോക്കിയിട്ട് വരിക. ഓക്കെ, അതേപോലെ എന്തൊക്കെയാണോ ഈ ഇപ്പൊ എടുത്ത 3 യൂണിറ്റിലും എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ അത് ഫുള്ളും ചോദിക്കുക. പിന്നെ നമുക്ക് ഈ മൊമെന്റ്സ് കാര്യങ്ങൾ എടുക്കാറുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ക്ലാസ്സിലെ മൊമെന്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇരുന്നതായിരുന്നു. നമ്മൾ റൂട്ട് ചെയ്യുമ്പോൾ തന്നെ സമയമായി. അപ്പൊ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് റോൾ ഇല്ലെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ കാൽക്കുലേറ്റർ വാല്യൂ ലെസ് ആൻഡ് ടേബിൾ വാല്യൂ ആണെങ്കിൽ നൾ ഹൈപ്പോത്തീസിന് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ നൾ ഹൈപ്പോത്തീസ് വന്നിട്ട് എന്ത് ചെയ്യുക, റിജക്ട് ചെയ്യുന്നതാണുള്ളത്. അപ്പൊ നമ്മൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പൊ റിജക്ട് ചെയ്തപ്പോ എന്താണ്, കോയിൻ ഈസ് നോട്ട് ഫെയർ അങ്ങനെ വരും. മനസ്സിലായോ? അപ്പോ ഇപ്പൊ നമ്മൾ കോയിൻ ഫെയർ ആണെന്ന് നൾ ഹൈപ്പോത്തീസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. H1 കോയിൻ നോട്ട് ഫെയർ എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നൾ ഹൈപ്പോത്തീസ് നമ്മൾ റിജക്ട് ചെയ്യാണ് കോയിൻ ഫെയർ ആണെന്നുള്ളത്. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ റിജക്ട് ചെയ്ത അടുത്ത ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസ് പിന്നെ അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ എന്താണ് കോയിൻ ഫെയർ ആണെന്നുള്ളത് നമ്മൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ മനസ്സിലാക്കണം കോയിൻ ഈസ് നോട്ട് ഫെയർ ആണ്. അപ്പൊ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസ് റോൾ ഉണ്ടല്ലോ. മനസ്സിലായല്ലോ? രാഗി മോക്ക് ടെസ്റ്റ് കിട്ടുന്നില്ല എന്നോ? എന്താ മോക്ക് ടെസ്റ്റ് കിട്ടുന്നില്ല? കഴിഞ്ഞ സൺഡേ മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ല. അയ്യോ, കഴിഞ്ഞ സൺഡേ ഞാൻ കൊടുത്തതായിരുന്നു കേട്ടോ മോക്ക് ടെസ്റ്റ്. എല്ലാ വീക്കും വരുന്നില്ല. ഓൺലി 3 ഇൻ ദ ആപ്പ് വരുന്നില്ല. 3 ഇൻ ദ ആപ്പ് ഓൾറെഡി ഹൈപ്പോത്തീസിസ്. ഓക്കെ, അതിനാണ് കഴിഞ്ഞ ഇതിൽ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ വരുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ക്ലാസ് കഴിയുന്നുണ്ടല്ലോ, സൺഡേ കിട്ടാറില്ല, അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ക്ലാസ്സും കഴിഞ്ഞിട്ട് ഞാൻ മോക്ക് ടെസ്റ്റ് ഇടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, വന്നിട്ടില്ല അല്ലെ അനീഷ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്ത ടെസ്റ്റുകൾ അതും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. ഓരോ ക്ലാസ്സിന് ശേഷവും നമുക്ക് കുറച്ചായിട്ട് എന്നാൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓരോ ക്ലാസ്സിന്റെ ശേഷവും 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ട് ഞാൻ തന്നെ തരാം കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പോ കൈ സ്ക്വയർ റൂട്ട് കാൽക്കുലേഷൻ കാര്യങ്ങളും ക്ലിയർ ആയോ? കഴിഞ്ഞ സൺഡേത്തെ മോക്ക് ടെസ്റ്റ് നമുക്ക് മൺഡേ തൊട്ടുള്ള ക്ലാസ്സിലും കൂടി ആഡ് ചെയ്ത് തരാം കേട്ടോ. അതേപോലെ സെൻട്രൽ ഡിസ്ട്രിബ്യൂഷന്റെ മോക്ക് ടെസ്റ്റ് ഇന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ, അത് ചെയ്യാനുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾ റിമൈൻഡർ ചെയ്ത് വിടും. എനിക്ക് മൈൻഡിലുള്ളതൊക്കെ 1 by 1 ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ചെയ്തു തരാം കേട്ടോ. ഓക്കെ, സോ നന്നായി പഠിക്കുക, നന്നായി വർക്ക്ഔട്ട് ചെയ്യുക. ഒന്നും കൂടെ പ്രോബ്ലംസ് എന്തെങ്കിലും ചെയ്യാൻ ഇപ്പൊ സ്പീഡപ്പ് ആകണം, എന്തെങ്കിലും ചെയ്തു തരാന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ 2-3 പേർക്ക് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ല. അതിനാ നാളത്തെ ലീവിൽ ഞാൻ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യോ. ഓക്കെ, ഞാൻ നമ്പർ ഒന്നുകൂടെ ഞാൻ ഇട്ട് തന്നേക്കാം. ഇതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു അസ്ലമിയ, ഗ്രീഷ്മ. ഓക്കെ, മൺഡേ തൊട്ട് അതേപോലെ തന്നെ 7:30 ലൈവ് ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് എല്ലാവരും വരിക. ഓക്കെ, ലേറ്റ് ആകല്ലേ. കാരണം നമുക്ക് ലൈവായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ ക്ലാസ് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാനും അങ്ങനെ ഓരോന്നുണ്ട്. ഗ്രൂപ്പിൽ എല്ലാവരെയും ആഡ് ആക്കിയിട്ടില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലേ, ഞാൻ അറിഞ്ഞു. ഓരോരോ ഉറപ്പ് ഞാൻ തന്നേക്കാം. എന്തെങ്കിലും ക്ലാസ്സിന് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിന് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിനെ റെഡിയാക്കി തരാം. എന്നോട് ഡയറക്റ്റായി പറഞ്ഞാൽ മതി. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ഓക്കെ, ക്ലാസ്സിനെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യോ? തീർച്ചയായിട്ടും ഞാൻ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ആക്ച്വലി നമ്മൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ തന്നെ 1 hour കഴിയുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഇന്നിപ്പോ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇന്നിപ്പോ ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോ സ്പീഡ് കിട്ടാൻ എനിക്ക് മനസ്സിലായി അനീഷ. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഗ്രൂപ്പിലില്ലേ? ഓക്കെ രമ്യ, അപ്പൊ ഞാന് ഒരു കാര്യം ചെയ്യാൻ ആ മോക്ക് ടെസ്റ്റിൽ കഴിഞ്ഞ ആഴ്ച കൊടുത്ത ക്വസ്റ്റ്യൻസ് ഈ ആഴ്ച കൊടുക്കാൻ നമ്മുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ക്ലാസ് എഴുതിയ ശേഷം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഒന്നുകൂടെ സ്പീഡ് കിട്ടും. ഓക്കെ,
അപ്പൊ നന്നായി പഠിക്കുക, എപ്പോഴും ചെയ്ത് പോവുക. ഇപ്പൊ 3 യൂണിറ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, ലാസ്റ്റ് ടോപ്പിക്കിലാണ് നിൽക്കുന്നത്. ഓക്കെ രാഗി, ലാസ്റ്റ് ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം മുതൽ എന്നെ പഠിച്ച് കവർ ചെയ്ത് വരിക. എന്നിട്ട് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു വെക്കുക എന്നോട്. ഞാൻ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, 1 വീക്കൊക്കെ ആയി ദേഷ്യം വരണ്ട, ക്ലിയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. കോളേജും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കൊണ്ടാണ്, അല്ലാതെ ക്ലിയർ ചെയ്യാത്തത് കൊണ്ടല്ല. ഞാൻ നാളത്തെ ലീവിലെല്ലാം ചെയ്തു തരാം. ഓക്കെ, അനൗൺസ്മെന്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. എക്സാം എപ്പോഴാണെന്നോ? എക്സാം നിങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ ആദ്യം സാർ എന്നോട് പറഞ്ഞത് ഓഗസ്റ്റിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ സാറ് പറയുന്നത് ജൂണോ ജൂലൈയോ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷൻസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കണേ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു ഓൾ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാൻ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ജിൻസിയിലെ ഓക്കെ, അങ്ങനെ അതായത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് കാര്യങ്ങളും ചെയ്തിട്ടും ഗ്രൂപ്പിൽ ഇല്ലെന്നുള്ളവരൊന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞാനൊന്ന് സാറോടൊന്ന് പറഞ്ഞു നോക്കാം. റോഡി എന്നോട് 2-3 വട്ടം ഇൻഫോം ചെയ്തതായിരുന്നു. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിയാക്കി തരാൻ പറ്റുമോ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് നിങ്ങൾ നന്നായി പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകുക. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു ഓൾ. കൊമേഴ്സ് ക്ലാസ് അനീഷ ആക്ച്വലി നമുക്ക് അടുത്ത വീക്കിൽ വെക്കണം എന്നൊക്കെ ഉണ്ട്, നോക്കാം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ ആദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെന്നൊക്കെയാ പറയണേ. എന്നാലും ചോദിച്ചു നോക്കാം. ഇടയിൽ ഒരു ഹാഫ് ആൻ അവർ ആണെങ്കിൽ കൊമേഴ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചു നോക്കാം. കൊമേഴ്സിന്റെ ലൈവ് ക്ലാസ് ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ റെക്കോർഡ് സെഷൻ ഞാൻ ഇട്ട് തരാൻ വേണ്ടി പറയാം. ലൈവ് ക്ലാസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ വിദ്യ, ഓക്കെ ഞാൻ പറയാം കേട്ടോ. വിദ്യ, ജിൻസി, റോണി, ഇവരുടെ കാര്യമൊക്കെ ഞാൻ പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടേക്ക് കേട്ടോ. രമ്യ, വിദ്യ, ജിൻസി, രമ്യ. ഓക്കെ ഓക്കെ, ഞാൻ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ശരി കേട്ടോ. അപ്പൊ മൺഡേ കറക്റ്റ് ആയിട്ട് വരിക, നന്നായി പഠിക്കുക. 3 യൂണിറ്റിൽ എന്തൊക്കെയാണോ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് എടുത്തിരിക്കണം അത് ഫുള്ള് കവർ ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. ഓക്കെ, താങ്ക് യു. ഓക്കെ അനീഷ.